മറയൂരിലെ ജനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ 15 വർഷക്കാലമായി പഞ്ചായത്ത് ഇലക്ഷനിൽ മറയില്ലാതെ മടിയില്ലാതെ മറയൂർ ചാനൽ പഞ്ചായത്ത് ഇലക്ഷൻ വാർത്തകളും വാർഡറിയാം സ്ഥാനാർത്ഥി അറിയാം എന്ന പരിപാടിയും സംഘടിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇത്തവണയും സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുന്നതിനും അവർ നമുക്ക് എന്ത് ചെയ്യും എന്നതിനെ കുറിച്ച് അറിയുന്നതിനും വേണ്ടി ഒരിക്കൽ കൂടി മറയൂർ ചാനൽ പ്രേക്ഷകർക്ക് മുന്നിൽ അഭിമാനത്തോടുകൂടി വാർഡറിയാം സ്ഥാനാർത്ഥി അറിയാം എന്ന പരിപാടിയുമായി കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് എന്നോടൊപ്പം മറയൂർ ചാനൽ പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ കടന്നു വന്നിരിക്കുന്നത് മറയൂരിന്റെ പൊന്നോമനയായ നമ്മളെല്ലാവരും സ്നേഹത്തോടു കൂടി കുട്ടൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന ജോമോൻ തോമസ് ചേട്ടനാണ്. ഈ വർഷവും പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് നമുക്ക് കൂടുതൽ ഇലക്ഷൻ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി, സ്ഥാനാർത്ഥിയെ കൂടുതൽ അടുത്തറിയുന്നതിന് വേണ്ടിയും നമുക്ക് സംസാരിച്ചു തുടങ്ങാം. സ്നേഹപൂർവ്വം ജോമോൻ ചേട്ടനെ വാർഡറിയാം സ്ഥാനാർത്ഥി അറിയാം എന്ന മറയൂർ ചാനലിന്റെ പരിപാടിയിലേക്ക് പ്രേക്ഷകർ ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ജോമോൻ ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ? ഏത് വാർഡിലായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്? ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ 7ാം വാർഡായ ജവഹർ നഗറിലെ വാർഡിൽ നിന്നുമാണ് മത്സരിച്ചിരുന്നത്. എത്ര വർഷമായി രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട്? രാഷ്ട്രീയത്തിൽ പറഞ്ഞാൽ INTUCയുടെ ഡ്രൈവേഴ്സിൽ നിന്നാണ് എൻ്റെ മെമ്പർഷിപ്പിലൂടെയാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. INTUCയുടെ ഡ്രൈവേഴ്സിൻ്റെ സാധാരണ മെമ്പറാകുകയും അതോടൊപ്പം തന്നെ ആ യൂണിൻ്റെ ഭാരവാഹിയാകുകയും ഒരു 5 വർഷക്കാലം യൂണിൻ്റെ പ്രസിഡൻ്റായിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2014 ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് ൂടെ ആണ് ഞാൻ സ്ഥാനാർത്ഥിയായി ആദ്യമായി ഈ നമ്മുടെ ഈ പരിപാടിയിലൂടെയാണ്. നമുക്കറിയാം മറയൂർ ചാനലിൻ്റെ അന്ന് സ്ഥാനാർത്ഥി എന്നുള്ള തുടക്കക്കാരൻ എന്ന നിലയിൽ മറയൂർ ചാനലാണ് ആദ്യമായി ഇൻ്റർവ്യൂവിന് വേണ്ടി എന്നെ ക്ഷണിച്ചത്. ആ ഇൻ്റർവ്യൂവിലൂടെയാണ് ഞാനൊരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ മൈക്കിലൂടെയൊക്കെ ഭയമില്ലാതെ സംസാരിക്കാനൊക്കെ എനിക്ക് കഴിഞ്ഞത്. തീർച്ചയായിട്ടും വീണ്ടും ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ മറയൂർ ചാനൽ ജനങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും നമ്മുടെ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഒരു പ്രധാന പരിപാടിയുമായതിനും പ്രത്യേകമായി മറയൂർ ചാനൽ നന്ദി അറിയിക്കുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, മറയൂർ ചാനലിലാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടത്. ഏറ്റവും ഫസ്റ്റ് മറയൂർ ചാനലിൽ ഒരു വാർത്ത ചെയ്തതിന് എന്നെ വിളിച്ച് വല്ലാതെ വഴക്ക് പറഞ്ഞിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത് തന്നെ. അതിനുശേഷം പിന്നെ ഇലക്ഷനിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു. അതൊരു ബൈ ഇലക്ഷനിലായിരുന്നു. വന്നു. അപ്പോ സംസാരിക്കാനായിട്ട് ഭയങ്കര പേടിയുള്ളതായിട്ട് എനിക്കന്ന് തോന്നി. ഇപ്പോ ആ ഭയം ഒക്കെ മാറിയോ? ജനങ്ങളുമായുള്ള നിരന്തരമായ അവരുടെ പ്രശ്നങ്ങൾ ഇടപെടുകയും അതോടൊപ്പം തന്നെ കൂടുതൽ വേദികളിൽ പ്രസംഗിക്കാനും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും കഴിഞ്ഞതോടുകൂടി അങ്ങനെയുള്ള തുടക്കക്കാരെന്നുള്ള ഭയമൊക്കെ മാറി ഏത് വേദിയിലും നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ ഭാഗങ്ങളിലൂടെ കേട്ട് അതൊക്കെ നേടിയെടുക്കുന്നതിനൊക്കെ ഇപ്പോൾ മറ്റൊരു ഭയശങ്കയില്ലാതെ സംസാരിക്കാനൊക്കെ കഴിയുന്നുണ്ട്. സോഷ്യൽ വർക്കർ എന്നാണല്ലോ ഈ പ്രൊഫൈലിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇലക്ഷൻ കമ്മീഷന്റെ ഇതിനകത്തൊക്കെ ഡ്രൈവർ എന്നല്ല കൊടുത്തിരിക്കുന്നത്, സോഷ്യൽ വർക്കർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ജോമോൻ ചേട്ടന്റെ ഒരു സോഷ്യൽ വർക്കിൽ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ജോമോൻ ചേട്ടൻ എന്തൊക്കെ കാര്യങ്ങളാണ് മറയൂരിലെ ജനങ്ങൾക്ക്, മറയൂരിൽ തന്നെയല്ലേ സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് മറയൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സാമൂഹ്യ പ്രവർത്തകൻ എന്ന രീതിയിൽ ചെയ്തിട്ടുള്ളതിൽ എന്തെങ്കിലും എക്സാമ്പിൾസ് പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയൂ. എനിക്ക് പൊതു രംഗത്തേക്ക് വരാനുള്ള കാരണം തന്നെ എൻ്റെ തൊഴിൽ തന്നെയാണ്. ഇപ്പം നാളുകളിൽ ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ നമുക്ക് ജനപ്രതിനിധി എന്നതില്ല തിരക്കുകളില്ലാതെ സമയപരിപാടികളിൽ എനിക്ക് കഴിയുന്ന ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്നത് പ്രവർത്തനം എൻ്റെ ഡ്രൈവിംഗ് മേഖല തന്നെയാണ്. ഞാൻ ഇന്നും ആ തൊഴിലിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ നമുക്കറിയാം. ഒരു ഡ്രൈവർ ആണെങ്കിൽ അദ്ദേഹത്തിന് ആ ഡ്രൈവർ ജോലി ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് ഒരു ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ കഴിയുന്ന ഒരു മേഖല തന്നെയാണ് ഡ്രൈവിംഗ് മേഖല. തീർച്ചയായിട്ടും എനിക്ക് അതിലൂടെയാണ് ഈ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരു അവസരമുണ്ടായത്. ആ അവസരമുണ്ടായപ്പോൾ നമുക്കറിയാം മറയൂരിലെ ഒരു 11 വർഷം പഞ്ചായത്ത് മെമ്പറായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ 11 വർഷത്തിലേക്ക് മറയൂരിലെ ഒരു ദുർമരണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വാഭാവികമായ മരണങ്ങളോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് അത് വളരെ പഴക്കം ചെന്നതും നമുക്ക് ഞാൻ ഭരണസമിതിയിലിരിക്കുന്ന കാലത്ത് തന്നെയാണ്
ഒരു 3 മാസക്കാലത്തിന് മുമ്പ് വെള്ളത്തിൽ നമ്മുടെ കോവിൽക്കടവ് ആറ്റിലൂടെ മരണപ്പെട്ട ഒരാളുടെ ജഡം നമ്മുടെ ചെല്ലിമല ഭാഗത്തു നിന്നൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ അത് ഒരു നമുക്കറിയാം, ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നതിൽ കൂടുതലുള്ള സഹായം എന്ന് പറയുന്നത് മരണപ്പെട്ട ആളുടെ ആ കർമ്മം നിർവഹിക്കുമ്പോഴായിരിക്കും ഒരു സംതൃപ്തി ഉണ്ടാകുന്നത്. ഇത് ആരെങ്കിലും ചെയ്യാനായിട്ട് മുന്നോട്ട് പറഞ്ഞവരും. അപ്പോൾ അങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ മാത്രമാണ്. തീർച്ചയായിട്ടും ഈ ഒരു 15 വർഷത്തെ കാലത്തെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ദുർമരണം നടന്നതിൻ്റെ പ്രാരംഭ നടപടികളുമായി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടായാൽ ആദ്യം ഓടിയെത്തുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് അതിലൂടെ ഒരു ആശങ്കമില്ലാതെ ഞാൻ ഇടപെടുകയും അതിലൊരു സംതൃപ്തി കണ്ടയുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, മറയൂരിനെ സംബന്ധിച്ച് പൊതുവിലുള്ള ഒരു പ്രോബ്ലം, ഒരു സോഷ്യൽ ഇഷ്യൂ എന്ന് പറയുന്നതാണ് സൂയിസൈഡ് എന്ന് പറയുന്നത്. മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ചിട്ട് വളരെ കൂടുതലായിട്ട് ഇവിടെ ഈ സൂയിസൈഡ് അറ്റംപ്റ്റുകളും സൂയിസൈഡ് സക്സസ് ആയിട്ടുള്ള കേസുകളും കൂടുതൽ വന്നിട്ടുണ്ട് മറയൂരിൽ. പ്രത്യേകിച്ച് കോവിൽക്കടവ് ആറ്റിൽ, പിന്നെ തൂങ്ങി മരണങ്ങൾ, പിന്നെ വിഷം കുടിക്കുന്നത്, ഇതുമായിട്ട് ഒരുപാട് മരണങ്ങൾ നമ്മുടെ ഇവിടെ സംഭവിക്കുന്ന മരണങ്ങളിൽ ഏറ്റവും അധികമുള്ള മരണം എന്ന് പറയുന്നത് സൂയിസൈഡ് മരണമാണ് മറയൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച്. ഇതിന്റെ ഒരു കാരണം എന്താണെന്നാണ് ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന രീതിയിൽ താങ്കളുടെ വിലയിരുത്തൽ? തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു സമൂഹം പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിനുള്ള ധൈര്യം കാണിക്കുന്നില്ല. ആ പ്രതിസന്ധികൾ വരുമ്പോൾ ഏറ്റവും ആദ്യം അവർ തേടിയെത്തുന്നത് മരണത്തിലൂടെ അല്ലെങ്കിൽ ആത്മഹത്യയിലൂടെയൊക്കെയാണ് അതിന് പ്രതിവിധി കാണുന്നത്. അതൊരിക്കലും അതിനൊരു പ്രതിവിധിയല്ല. നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യുന്നതിനുള്ള ഒരു മാനസിക ബലം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ മറയൂരിലെ സ്ഥലം കൂടുതൽ തന്നെയാണ് ദുർമരണങ്ങളോട്, അതോടൊപ്പം തന്നെ വാഹന ആക്സിഡൻറ്റുകളും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാകാറുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് അതിനുള്ള അവയർനെസ്സുകളൊക്കെ നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഇതിങ്ങനെ ഉണ്ടാകുന്ന പ്രതിസന്ധി നമുക്കറിയാം. ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ഒരാളോട് തുറന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് അതിനെ സംസാരിച്ച് തീർക്കാൻ കഴിയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ഷെയർ ചെയ്ത് പോകുന്നതിൻ്റെ ഒരു കുറവാണ് അതിലുണ്ടാകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബശ്രീയുടെ അതിനുള്ള സോഷ്യൽ വർക്കർമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനുമായി അതിൻ്റെ ഉദ്യോഗസ്ഥർ ജനമൈത്രി പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഒരുപടി ക്ലാസ്സുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കാനായിട്ടുള്ള കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും വരും കാലങ്ങളിലും അതിന് കൂടുതൽ അതിനെക്കുറിച്ച് പഠിച്ച് അതിന് ക്ലാസ് എടുക്കാൻ കഴിയുന്ന ബന്ധപ്പെട്ട മേഖലയിലുള്ള അതിന് കൂടുതൽ പരിശീലനം കിട്ടിയവരെ കൊണ്ട് നമുക്ക് നമ്മുടെ മേഖലയിലെ ചെറുപ്പക്കാർക്കും അതോടൊപ്പം തന്നെ ഉള്ള മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇങ്ങനെ ക്ലാസ് കൊടുക്കുന്നതിനുള്ള ഉള്ളൊരു അവസരം സൃഷ്ടിക്കാൻ ശ്രമിക്കും. ഈ സൂയിസൈഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്ന വേറൊരു കാര്യമാണ് ഇവിടുത്തെ സൂയിസൈഡ് റേറ്റിന്റെ എൻ്റെ ഒബ്സർവേഷനിലുള്ള ഒരു കാര്യം. ഇവിടെ കൂടുതൽ ആളുകൾ മദ്യത്തിനും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന ആളുകളാണ്. എസ്പെഷ്യലി ഇവിടെ ഒരു ടൂറിസം മേഖല ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അവൈലബിലിറ്റി, ഡ്രഗ്സിൻ്റെയും ഡ്രിങ്ക്സിൻ്റെയും അവൈലബിലിറ്റി ഇവിടെ വളരെ കൂടുതലാണ്. അപ്പം ഇത് തടയുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടികൾ ഇതുവരെ എടുത്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഇനി എടുക്കാനായിട്ട് എന്തെങ്കിലും പ്ലാനുകൾ പഞ്ചായത്തിനോ പദ്ധതികളിൽ കൂടെ ഉണ്ടോ? നമുക്കറിയാം, നമുക്ക് അനുവദനീയമായ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്ന മദ്യം പോലുള്ളത് ഉണ്ടെങ്കിൽ പോലും നമുക്ക് മറ്റുള്ള ഇപ്പോഴത്തെ പുതു തലമുറ ഉപയോഗിക്കുന്ന സ്റ്റാമ്പ് അല്ലെങ്കിൽ മറ്റുള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ തടയേണ്ടതായ ഒരു അവസരം ഏറ്റവും കൂടുതൽ ഇവിടെ മേഖലയുടെ ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ മാസവും ഇവിടുത്തെ ജനമൈത്രി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ നിയമത്തിനുള്ളിൽ തന്നെയാണ് പ്രശ്നങ്ങൾ. നമുക്ക് 1 കിലോയ്ക്ക് താഴെയുള്ള കഞ്ചാവ് പോലെ ഉൽപ്പന്നങ്ങൾ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് ഇവിടുന്ന് തന്നെ ജാമ്യം കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. ഒരിക്കൽ പോലും ഇതിൻ്റെ വ്യാപാരികളെ അല്ലെങ്കിൽ ഇതിൻ്റെ സെയിൽ ചെയ്യുന്ന ഒരാളെ ഇന്ന് വരെയും കസ്റ്റഡിയിൽ എടുത്തതായിട്ട് നമ്മുടെ അറിവിലില്ല. അത് ഏറ്റവും അളവ് കുറഞ്ഞ 1 ഗ്രാമോ അല്ലെങ്കിൽ 5 ഗ്രാമിൽ താഴെയുള്ള ആളുകളെ പിടിക്കപ്പെടുന്നു. അത് കോമ്പൗണ്ടിങ് പീസായി നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് ജാമ്യത്തിൽ വിടുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിന് പ്രതിവിധി എന്ന് പറയുന്നത് നിയമത്തിൽ തന്നെ മാറ്റം വരുത്തിയെങ്കിൽ മാത്രമേ ഈ കഞ്ചാവിൻ്റെ അളവ് എത്രയാണെങ്കിൽ പോലും അവർ കൈകളിൽ നിന്ന് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ റിമാൻഡിൽ പോകും, അല്ലെങ്കിൽ ഒരു 3 മാസത്തിനുള്ളിൽ കൂടുതൽ ഒരു ശിക്ഷ ജയിലിൽ നിന്ന് അതിനുശേഷം ജാമ്യം കിട്ടുന്നതൊക്കെ ഉണ്ടെങ്കിൽ അളവ് കുറയ്ക്കാൻ കഴിയും. പക്ഷേ നമ്മുടെ നിയമം മാറാത്തോടത്തോളം കാലം ഇത് വ്യാപകമായ ഒരു പ്രചരണം ലഭിക്കുകയും വ്യാപകമായ ഉപയോഗം കൂടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ഇവിടുത്തെ സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സിന്റെ ഉപയോഗം മറയൂരിനെ സംബന്ധിച്ച് കൂടുതലാണെന്ന് എനിക്കൊരു അഭിപ്രായം ഇല്ല. എൻ്റെ അഭിപ്രായ പ്രകാരം ഇവിടെയുള്ള
ബയോളജിക്കലായിട്ട് കിട്ടുന്ന, അതായത് കഞ്ചാവ് പോലുള്ള ബയോ ഇൻഗ്രീഡിയബിൾസ് ഉള്ള ഉൽപ്പന്നങ്ങളാണ് ഇവിടേക്ക് ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവം. അതുപോലെ ലിക്കേഴ്സിലാണെങ്കിൽ പോലും നമ്മളിവിടെ മറയൂരിൽ അവൈലബിൾ ആയിട്ടുള്ള സോമരസം എന്ന് പറയുന്ന ഇവിടുത്തെ തന്നെയുള്ള ഓൺ മാനുഫാക്ചറിങ് ആയിട്ടുള്ള സാധനം, കരിമ്പിൽ നിന്ന് ഉണ്ടാക്കുന്ന സോമരസം ഇവിടെ വളരെ വ്യാപകമായിട്ട് പോകുന്ന ഒരു സാധനമാണ്. പിന്നെ അതുപോലെ പല ടൈപ്പ് ഓഫ് വൈനുകൾ വീടുകളിൽ ഉണ്ടാക്കി അതിനകത്ത് സിന്തറ്റിക് പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വ്യാപനം നടക്കുന്നുണ്ട്. ഇതിനൊന്നും കടിഞ്ഞാണിടുന്നതിന് വേണ്ടിയിട്ട് നിയമം വിചാരിച്ചാൽ നടക്കില്ല. കാരണം നമ്മുടെ കോടതി എന്ന് പറയുന്നത്, ഇവിടുത്തെ കോടതി ഉള്ളത് ദേവികുളത്താണ്. അവിടെ അല്ലെങ്കിൽ ഇവിടുത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് ഇത്രയും ആളുകളെ പിടിക്കുന്നതിനും അവിടെ ഒരു ലോക്കപ്പ് പോലും ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. പഴയ ഞാനിപ്പോൾ കുറേ നാളുകളായിട്ട് ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. പഴയ എക്സൈസിന്റെ ഓഫീസ് ആണെങ്കിൽ എക്സൈസിൽ പിടിച്ചു കൊണ്ടുപോയിട്ടുള്ള ഒരു പ്രതിനെ ലോക്കപ്പിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം അവിടെ ഇല്ല. അവര് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മളുടെ ഇത് കുട്ടികളുടെ ഇടയിലുള്ള ഉപയോഗം കൂടുന്ന സ്ഥിതിക്ക് മറയൂർ പഞ്ചായത്ത് അതിന് വേണ്ടിയിട്ട് കഠിനമായ എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടാക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? എന്താണ് എന്തെങ്കിലും ഒരു ഈവൻ നമ്മുടെ PHSC CHSA റിലേറ്റഡ് ആയിട്ട് തന്നെ ഒരു ഡി അഡിക്ഷൻ സെന്റർ പോലും ഇവിടെ ഇല്ല. പല കേസുകളും എനിക്കറിയാവുന്നത് തന്നെയാണ്. പല കേസുകളിലും കുട്ടികൾ അമ്മമാരെ ഉപദ്രവിക്കുന്നു. 15ഉം 12ഉം വയസ്സുള്ള കുട്ടികളുടെ പീഡനം അമ്മമാർക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ പല കേസുകളും വരാറുണ്ട്. ഇവരെയൊക്കെ കെട്ടിയിടേണ്ട അവസ്ഥ വരെ പലപ്പോഴും വന്നിട്ടുണ്ട്. ഇങ്ങനെ മെന്റൽ ഹെൽത്ത് താളം തെറ്റി നിൽക്കുന്ന മറയൂരിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇനിയും വിജയിച്ചു വരികയാണെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ, ആസ് എ പൊളിറ്റീഷ്യൻ, പിന്നെ ഇവിടെ അറിയാം മറയൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഒരു കുത്തക പഞ്ചായത്താണിത്. അപ്പോൾ നിങ്ങൾ തന്നെ ജയിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു പ്രശ്നത്തിന് എന്താണ് ഒരു സൊല്യൂഷൻ ചെയ്യാൻ? ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് മറയൂരിനെ സംബന്ധിച്ച് ഈ സിന്തറ്റിക് അങ്ങനെ ഒരു വ്യാപകമായ ഒരു കച്ചവടമോ അല്ലെങ്കിൽ അങ്ങനെ സെയിലോ ഉണ്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ മറ്റൊന്ന് കഞ്ചാവ് തന്നെയാണ്. കഞ്ചാവിനെ സംബന്ധിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് പിന്നെ വൈൻ പോലുള്ള കാര്യങ്ങൾ മറയൂരിൽ അത്ര വ്യാപകമായുള്ളതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും അവർ അങ്ങനെ അതിൻ്റെ ആ മേഖലയിലോട്ട് കടന്നു പോകുന്നവരെ നമ്മൾ വിളിച്ച് പഞ്ചായത്തിലോട്ട് വീണ്ടും മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഇത് ഒരു മെമ്പർ എന്ന നിലയിൽ അതിൻ്റെ സെയിൽ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് അതിൻ്റെ ദൂഷ്യവശങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പിന്തിരിപ്പിക്കുകയും ആ പിന്തിരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇത് ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ സംയോജിതമായി കൂടിയാലോചിച്ചുകൊണ്ട് അവർക്കും ഒരു അവയർനെസ് ഇത് ഉപയോഗിച്ചാലുണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുന്നതിനുള്ള മാർഗം പഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടാകും. അതോടൊപ്പം തന്നെ ഇവിടെ നേരിടുന്ന ഒരു പ്രശ്നം, നമുക്ക് ആ ചോദ്യം വരുന്നതിന് മുമ്പിൻ്റെ കാര്യം കൊണ്ട് പറഞ്ഞ് പോകുന്നത് നന്നായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മുടെ ഇവിടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരുള്ള ഒരു പ്രദേശത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്നത് അവർക്കൊരു കളിക്കളം ഇല്ല എന്നാണ്. നമുക്ക് ഞങ്ങളിപ്പോൾ നാച്ചുവേലിൽ ഇലക്ഷൻ പ്രചരണമായിട്ട് പോയിട്ടാണ് വരുന്ന വഴിയാണ്. അപ്പോൾ അവിടെ ആശ്രമത്തിൻ്റെ ഒരു ഗ്രൗണ്ടിൽ വോളിബോൾ കളിക്കുന്ന കുട്ടികൾ ഒരു 30-35 പേര് കൂടുതൽ അത് കളിക്കുന്ന കുട്ടികളോടൊപ്പം തന്നെ അത് കാണുന്നതിനും ആ മത്സരങ്ങളുടെ റൊട്ടേഷൻ സമ്പ്രദായത്തിലൂടെ അത് മാറി കളിക്കുന്നതിനൊക്കെ ആയിട്ട് ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇവിടെ ലഭിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു അവസരം ലഭിക്കുമ്പോൾ കൂടുതൽ കുട്ടികൾ ആ മേഖലയിലോട്ട് തിരിഞ്ഞു പോകും. അല്ല എന്നുണ്ടെങ്കിൽ അവരെ മൊബൈൽ എടുക്കുന്നു. ഇന്ന് മൊബൈലിലെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് വിരൽത്തുമ്പിൽ നിൽക്കുമ്പോൾ അവർക്ക് കൂടുതൽ ഈ മൊബൈലിലൂടെ തന്നെ ഇതിന് പ്രചരണം ലഭിക്കുകയും അത് ഉപയോഗിക്കുന്നതിനുള്ള താല്പര്യം കൂടാൻ സാഹചര്യമുണ്ട്. അപ്പോൾ മറയൂർ പഞ്ചായത്ത് നേരിടുന്നത് നമുക്കറിയാം, ഭൂമിയുടെ ലഭ്യത കുറവ് തന്നെയാണ് ഒരു കളിക്കളം ഉണ്ടാക്കുന്നതിന് നമ്മൾ നേരിടുന്നത്. നമ്മൾ ബാബുനഗറിലെ 2014 അന്ന് ആദ്യ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന സമയത്ത് തന്നെയാണ് ബാബുനഗറിൽ മറ്റൊരു വ്യക്തിയുടെ സ്വകാര്യ വ്യക്തി റവന്യൂ സ്ഥലം കയ്യേറി വെച്ചിരുന്ന സ്ഥലം പഞ്ചായത്ത് പൊതുജനങ്ങളിൽ നിന്ന് പൈസ സ്വരൂപിച്ചുകൊണ്ടാണ് അവിടുത്തെ ഒരു 4-5 ദിവസം നീണ്ടുനിന്ന ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായി ആ ഗ്രൗണ്ട് ഒരു പരിധി വരെ ലെവലാക്കാൻ നമുക്ക് സാധിച്ചു. പക്ഷേ ആ ഗ്രൗണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് കോടതികളുടെ വ്യവഹാരവുമായി 2 പ്രൈവറ്റ് വ്യക്തികൾ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. 2011 മുതൽ അതിൻ്റെ ഫയലുകൾ സർക്കാരിൻ്റെ മുൻപിലുണ്ട്. നമുക്ക് പഞ്ചായത്തിന് ആ ഗ്രൗണ്ട് വിട്ടുകിട്ടിയാൽ, ആ സ്ഥലം പൂർവാധികം പഞ്ചായത്തിന് വിട്ടുകിട്ടിയാൽ മാത്രമേ ഈ ഗ്രൗണ്ട് എന്നുള്ള പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ ഭൂമി വില കൊടുത്ത് വാങ്ങുക എന്നുള്ളത്
നമുക്കത് പ്രായോഗികമായി ചിന്തിക്കാൻ കഴിയുന്ന കാര്യമുണ്ട്. നമുക്കറിയാം, മറയൂരിനെ സംബന്ധിച്ച് ഇവിടെ നെൽപ്പാടങ്ങളായിരുന്നു മുഴുവനും. ആ നെൽപ്പാടങ്ങളുടെ കാറ്റഗറിയിൽ കിടന്ന സമയത്ത് ഇതെല്ലാം നിലമെന്ന ഇതിൽ കിടക്കുമ്പോൾ സർക്കാരിൻ്റെ ഒരു ആവശ്യത്തിന് സ്ഥലം വാങ്ങുകയാണെങ്കിൽ നിലം നമുക്ക് വാങ്ങുന്നതിനുള്ള ഒരു പരിമിതിയുണ്ട്. അതിനുള്ള നിയമപരമായി വാങ്ങുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്തത്. അപ്പോൾ അങ്ങനെയുള്ള നിയമത്തിൽ ഇളവുകൾ വരുത്തിയാൽ മാത്രമേ ഒരു 50 ലക്ഷമോ 60 ലക്ഷമോ ഒക്കെ പഞ്ചായത്തിന് മുകളിൽ കളിക്കളം വാങ്ങുന്നതിന് സാധിക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഈ ഗ്രൗണ്ടിൻ്റെ നിയമപരമായ കുരുക്കുകൾ അഴിഞ്ഞു കിട്ടിയാൽ മാത്രമേ നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കൂ. എന്നിരുന്നാൽ പോലും പഞ്ചായത്ത് കഴിഞ്ഞ 10 വർഷമായി അവിടുത്തെ കേരളോത്സവം പോലുള്ള പരിപാടികളുടെ ചില മത്സരങ്ങളൊക്കെ അവിടെ നടത്താറുണ്ട്. നടത്തുമ്പോൾ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു 2 പ്രാവശ്യം എനിക്കെതിരെ മജിസ്ട്രേറ്റ് കോടതിയിലും അതോടൊപ്പം SC/ST കമ്മീഷനിലൊക്കെ മാനസികമായി അവരെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയും അതിൻ്റെ നിയമപരമായ കാര്യങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. തീർച്ചയായിട്ടും ഞാനിത് എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയുള്ള കേസുകളിലൊക്കെ ചെന്നുവിടുന്നത്. ഇവിടുത്തെ ചെറുപ്പക്കാർക്കും യുവാക്കളുടെയും ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് മുന്നോട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന വ്യക്തികൾക്കൊക്കെ ആവശ്യാനുസരണമുള്ള ഭൂമി ഉള്ള ആളുകളാണ്. ഇനി ഭൂമി ഇല്ലാത്ത ആളുകളാണ്, വീട് വയ്ക്കാൻ സ്ഥലമില്ലാത്ത ആളുകളാണെങ്കിൽ അതിന് ഭൂമി വാങ്ങിക്കൊടുക്കുന്നതിനും പഞ്ചായത്തിൻ്റെ കയ്യിൽ പദ്ധതികളുണ്ട്. ആ പദ്ധതികളൊക്കെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സീനിയാരിറ്റി ലിസ്റ്റ് അനുസരിച്ചൊക്കെ നമുക്ക് ഇവർക്ക് വീട് വയ്ക്കുന്നതിനുള്ള സ്ഥലം വാങ്ങിക്കൊടുത്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടിയുമായിട്ട് പുതിയ പഞ്ചായത്ത് ഭരണസമിതി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അതിലെ യുവാക്കൾക്ക് കളിക്കളം ഉണ്ടാക്കുന്ന കാര്യത്തിലായിരിക്കും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ യുവാക്കൾ കൂടുതൽ ഇതുപോലുള്ള ഫുട്ബോളും ക്രിക്കറ്റും പോലൊക്കെ വഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ഈ ലഹരി പദാർത്ഥത്തിനുള്ള സമയം അത് ഉപയോഗിക്കുന്ന ചിന്താഗതിയിലോട്ട് പോകാതെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിനായിരിക്കും കൂടുതൽ മുന്തിയ പരിഗണന പുതിയ ഭരണസമിതി കൊടുക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. കാരണം കൂടുതൽ കുട്ടികൾ ഇപ്പോൾ കളിക്കളത്തിലെ കുട്ടികളാണ് കൂടുതൽ സിന്തറ്റിക് ഡ്രഗ് യൂസ് ചെയ്യുന്നതെന്നാണ് പൊതുവെ നാട്ടിലൊക്കെ ഉള്ളൊരു ട്രെൻഡ് എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻസ് വരുമ്പോൾ അതിനകത്ത് മാച്ച് വിൻ ചെയ്യണം, ഇതിനു വേണ്ടിയിട്ടാണ് മിക്കവാറുമുള്ള കുട്ടികളൊക്കെ ക്രിസ്റ്റൽ പോലുള്ള ഡ്രഗ്സ് ഒക്കെ കൂടുതലായിട്ടും യൂസ് ചെയ്തതായിട്ട് കാണുന്നത്. അപ്പോൾ എനിക്കിത് ഡ്രഗ് യൂസേജും ആൻഡ് ആൽക്കഹോൾ കൺസംഷനും ഒരു പ്രിവെൻറ്റീവ് മെത്തേഡ് എന്നുള്ള രീതിയിൽ കളിക്കളം കൊണ്ടുവരുന്നു എന്ന് പറയുന്നതിൽ എനിക്കൊരു അതിശയോക്തി തോന്നുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ 3ാമത്തെ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഇൻ്റർവ്യൂ ആണ്. 3 ഇൻ്റർവ്യൂകളിലും ഞാൻ കേട്ട ആവർത്തന വിരസതയുള്ള ഒരു സംഭവമാണ് ഈ പറയുന്ന കുട്ടികളുടെ കളിക്കളം. മറയൂരിൽ യുവാക്കൾക്കായിട്ടുള്ള കളിക്കളം എന്നുള്ളത് 2015 ഇലക്ഷനിൽ ഞാൻ കേട്ടു, 2020 ഇലക്ഷനിൽ ഞാൻ കേൾക്കുന്നു, ഇതാ വീണ്ടും നമ്മൾ 2025 ഇലക്ഷനിലും കേൾക്കുന്നു. ഇത് സംഭവ്യമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ജവഹർ നഗറിലാണല്ലേ ഈ പ്രാവശ്യം നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നിന്നത് ജവഹർ നഗറിലാണ്. അവിടെ കണ്ട പ്രശ്നങ്ങളിൽ വിട്ടിട്ട് ഇത്തവണ നിൽക്കുന്നത് ഉഷാ ഹെൻറി ജോസഫ് നിന്ന്, അത് വിമൺ റിസർവേഷൻ ആയിരുന്നു അന്നത്തെ അല്ലെ, മേലടിയിലത്തെ ആ വാർഡിലാണ് വീണ്ടും ജോമോൻ ചേട്ടൻ നിൽക്കുന്നത്. ഇത്തവണ 2025 പഞ്ചായത്ത് ഇലക്ഷനിൽ വാർഡ് നമ്പർ 11 ആയിട്ട് അത് വന്നിട്ടുണ്ട് അല്ലെ. വാർഡ് നമ്പർ 11 മേലാടി വാർഡിലാണ് ജോമോൻ ചേട്ടൻ ഇത്തവണ ഇലക്ഷനിൽ മത്സരിക്കാനായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. അപ്പം ഈ വാർഡിലുള്ള 3 പ്രധാന പ്രശ്നങ്ങൾ എന്താണെന്നൊന്ന് പറയാമോ? നമുക്ക് മറയൂർ ഗ്രാമപഞ്ചായത്തിൽ 2013 ജലനിധി പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. അപ്പോൾ ജലനിധി പദ്ധതിയുടെ ആ തുടക്ക കുറച്ച് സമയത്ത് മേലാടി വാർഡ് നിർവാഹകൻ ജലനിധി പദ്ധതി ഉൾപ്പെടാണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം അതിൻ്റെ ലിസ്റ്റ് കൊടുത്തുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ പൈപ്പ് ലൈൻ്റെ സ്ഥാപിക്കുന്ന നടപടികൾ നടന്നു വരുന്നു. അപ്പോൾ അത് സ്ഥാപിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ കുടിവെള്ളത്തിന് ചില പബ്ലിക് ടാപ്പിനെയൊക്കെയാണ് ജനങ്ങൾ ആശ്രയിക്കുന്നത്. ആ ആശ്രയിക്കുന്ന വീടുകൾ മുഴുവനും മേലാടിലെ 11ാം വാർഡിലെ മുഴുവൻ വീടുകളിലും എല്ലാ വീടിനും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുന്നതിനായിരിക്കും മുന്തിയ പരിഗണന കൊടുക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് മേലാടിയിലെ ആ ഗ്രാമത്തിലെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആളുകളെ മറവ് ചെയ്യുന്ന സ്ഥലമാണ് മേലാടി കമ്മ്യൂണിറ്റി ഹാളിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം. 2015 മുതൽ 20 വരെ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറുമായിരുന്ന കാലഘട്ടത്തിലാണ് അന്ന് അതിൻ്റെ സൈഡ് വാളുകൾ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അന്നത്തെ ഭരണസമിതിയിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് മേലാടി വാർഡ് ബാലകൃഷ്ണൻ അവിടുത്തെ മെമ്പറായിരുന്ന സമയത്താണ് പഞ്ചായത്ത് 10 ലക്ഷം രൂപയാണെന്ന് തോന്നുന്നു അതിൻ്റെ സൈഡ് വാൾ ജനറൽ ഇതിൻ്റെ
അവശിഷ്ടങ്ങൾക്ക് മഴ വന്നു കഴിഞ്ഞാൽ അതിലോട്ട് ഒക്കെ ഒലിച്ചു പോകാൻ സാധ്യത ഉള്ളതിൻ്റെ പേരിൽ സൈഡ് വാൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതടക്കം മറവ് ചെയ്യുന്ന സ്ഥലം കല്ല് നിറഞ്ഞ ഒരു പ്രദേശമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ വീണ്ടും അവിടെ അടക്കം ചെയ്യുന്നത് ചെറിയ പ്രദേശത്ത് മാത്രമായിട്ടാണ് അത് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. അത്യാവശ്യ സ്ഥലമുണ്ട്. അതിൻ്റെ കുറവ് എന്ന് പറയുന്നത് കൂടുതൽ പാറ പ്രദേശങ്ങളായിട്ട് നിലനിൽക്കുന്നതുകൊണ്ട് അവിടെ ആ പാറകളൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റാൻ സാധിക്കുമെന്ന് മാറ്റിയിട്ട് അത് മണ്ണിട്ട് ലെവൽ ചെയ്ത് മരണപ്പെട്ട് കഴിഞ്ഞാൽ മാന്യമായി അടക്കം ചെയ്യുന്നതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് രണ്ടാമത്തെ ഉദ്ദേശ ലക്ഷ്യം. മറ്റ് കാര്യം എന്ന് പറയുന്നത് വഴിവിളക്കുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് പരിമിതിയുണ്ട്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഒരു മെമ്പറെ ആശ്രയിക്കുന്ന കുടിവെള്ളത്തിനും വഴിവിളക്കിനും അതുപോലെ തന്നെ റോഡിനും ഒക്കെയാണ്. ഉഷാ ഹെൻറി അവിടെ വാർഡ് മെമ്പർ ആയതിനു ശേഷം നമുക്കറിയാം ആലത്തൂർ മാശി എന്ന പ്രദേശത്ത് നൂറ്റാണ്ടുകളായിട്ട് അവിടെ താമസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പോലും അവിടെ റോഡ് എത്തിച്ചേർന്ന ഒരു പ്രദേശം ഉണ്ടായിരുന്നു. ഫോറസ്റ്റ് വേലി കെട്ടി തിരിച്ചതിൻ്റെ പേരിൽ ജനങ്ങൾക്ക് ഒരു മെയിൻ റോഡിൽ നിന്നും ഒരു 50 മീറ്റർ ഇറങ്ങിയാൽ വീട്ടിലെത്തിച്ചേരുന്നത് ഒരു കിലോമീറ്ററോളം ചുറ്റി വളരെ മോശപ്പെട്ട വഴിയിലൂടെയാണ് യാത്ര ചെയ്ത വീടുകളിൽ എത്തിച്ചേർന്നിരുന്നത്. പഞ്ചായത്തിൻ്റെയും ഭരണസമിതിയുടെയും വാർഡ് മെമ്പറുടെ ഉഷചേച്ചിയുടെയും ഇടപെടൽ കൊണ്ട് നാഗർകോവിൽ ഭാഗത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം വിട്ടു തന്നുകൊണ്ട് കാളിയപ്പൻ എന്ന് പറയുന്ന അണ്ണൻ സ്ഥലം വിട്ടു തന്നുകൊണ്ട് ആ സ്ഥലത്തിലൂടെ നമ്മൾ റോഡ് കടന്നു നിന്നപ്പോൾ നമുക്കിപ്പോൾ കോൺക്രീറ്റ് റോഡ് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിജയ് കാളിദാസിൻ്റെയും അതുപോലെ തന്നെ അന്നത്തെ വാർഡ് മെമ്പർ ഉഷചേച്ചിയുടെയൊക്കെ സഹകരണത്തോടെ ആ ഗ്രാമത്തിൻ്റെ തൊട്ടടുത്ത് വരെ വഴി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗ്രാമത്തിലേക്ക് കടന്നു ചെല്ലുന്ന എല്ലാവരുടെയും വീടുകളിലേക്ക് അത്യാവശ്യം ഭൂമിയുടെ ലഭ്യത അനുസരിച്ചുള്ള വഴി ഫുട്പാത്താണ് നിർമ്മിക്കുന്നതിനായിരിക്കും മുന്തിയ പരിഗണന കൊടുക്കുന്നത്. അതോടൊപ്പം അഴുക്ക് കനാലുകളുടെ ഒരു പോരായ്മയുണ്ട്, കാർഷിക മേഖലയുടെ കൃഷിക്കനാലിൻ്റെ പോരായ്മകളുണ്ട്. പക്ഷേ കുടിവെള്ളത്തിനും സ്ട്രീറ്റ് ലൈറ്റിനും അതുപോലെ തന്നെ ഈ മരണ കർമ്മം നിർവഹിക്കുന്നതിനുമായിരിക്കും മുന്തിയ പരിഗണന കൊടുക്കുന്നത് എന്ന് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് കമ്മ്യൂണിറ്റി ഹാള്, അവിടുത്തെ കമ്മ്യൂണിറ്റി ഹാള് ഒരു ചെറിയ 2 നിലയാണെങ്കിൽ ഒരു ഗ്രൗണ്ട് ഫ്ലോറും മറ്റൊരു നിലയും കൂടി ഉണ്ട്, റോഡ് ലെവലിൽ ഒരു നിലയും കൂടി ഉണ്ടെങ്കിൽ പോലും കല്യാണം പോലുള്ള കാര്യങ്ങൾക്ക് മേലാടിയിലെ എല്ലാ 3 സെറ്റും 5 സെറ്റുള്ള വീട്ടിൽ താമസിക്കുന്ന ആളുകളാണ്. അവർ ആശ്രയിക്കുന്നത് ഈ നമ്മുടെ ഈ ചെറിയ പരിമിതമായ സൗകര്യമുള്ള കല്യാണ മണ്ഡപമാണ്. അത് കൂടുതൽ കുറച്ചുകൂടെ വലുതാക്കി നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ അതിനോട് ചേർന്ന് നിർമ്മിച്ച് ആ പ്രശ്നം കൂടി പരിഹരിക്കുന്നതിനായിരിക്കും മുന്തിയ പരിഗണന കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് പഞ്ചായത്ത് ഒരു ക്രിമേഷൻ സെന്റർ, പൊതുവായിട്ടുള്ള ഒരു ക്രിമേഷൻ സെന്റർ, മറയൂരിനെ സംബന്ധിച്ച് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ പലതരത്തിലുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും പല ജാതി മത ഈവൻ ലാംഗ്വേജ് ഉള്ള ആൾക്കാരൊക്കെ കൂടെ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം. നേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരും ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും വന്ന് കൂടുന്ന ഒരു സ്ഥലമാണിത്. ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്രിമേഷൻ സെന്റർ നമുക്ക് ആവശ്യമായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് പഞ്ചായത്ത് ഇത്ര കാലമായിട്ട് ഓരോരോ കമ്മ്യൂണിറ്റിക്ക് കുറച്ച് കുഞ്ഞു സ്ഥലങ്ങൾ മാറ്റി വെച്ച് അവിടെ ഒരു ഫ്യൂണറൽ ഗ്രൗണ്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഗ്രേവ് യാർഡ് ഉണ്ടാക്കുക? ഇത് പറയുന്നത് നമുക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരെ മാത്രമായിട്ട് അവിടെ ഫ്യൂണറൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇത് കോമൺ ആയിട്ട് ഒരു ഏരിയ കണ്ടെത്തി ക്രിമേഷൻ ചെയ്യുകയല്ലേ നമ്മളൊരു മൃതദേഹത്തോട് ചെയ്യുന്ന ഏറ്റവും മാന്യമായിട്ടുള്ള സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരം ഒരു മൃതദേഹത്തിന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള സിസ്റ്റം അനുസരിച്ചിട്ട് ഇവിടെ പ്രകൃതിയോട് വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇത് കത്തിക്കുന്നതിനൊക്കെ പണ്ട് മുതലേ ഉള്ള വിലക്കുകൾ ഉള്ളത്. ഇപ്പം ടെക്നോളജീസ് ഒരുപാട് ഡെവലപ്ഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇലക്ട്രിക് ക്രിമേഷൻ സെന്ററിന്റെ പോസിബിലിറ്റി ഉള്ളതാണ്. എന്തുകൊണ്ടാണ് പഞ്ചായത്ത് ഇത്ര കാലമായിട്ടും അത്രയും ഇപ്പോഴും ജോമോൻ ചേട്ടൻ പറഞ്ഞത് അവിടെയുള്ള അതായത് മേലാടി ഭാഗത്തുള്ള ചെറിയ ക്രിമേഷൻസ് ആ ഒരു ഗ്രേവ് യാർഡ് കുറച്ച് വിപുലപ്പെടുത്തണം. അത് വിപുലപ്പെടുത്തിയാലും ഇപ്പൊ എത്രമാത്രം വിപുലപ്പെടുത്താനായിട്ട് പറ്റും? ആ പാറകളെല്ലാം പൊട്ടിക്കാനും പ്രകൃതിക്ക് ഇച്ചിരി കൂടെ ദോഷം വരുത്താൻ പറ്റും എന്നതിലുപരി പ്രത്യേകിച്ച് ഒന്നും അവിടെ അങ്ങനെ ഒരു ഗ്രേവ് യാർഡ് കൊണ്ട് ഗുണം വരുന്നില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഒരു പബ്ലിക് ഇലക്ട്രിക് ക്രിമേഷൻ സെന്റർ പഞ്ചായത്തിന്റെ വകയായിട്ട് ചെയ്യാനായിട്ട് ഇനി ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ കോൺഗ്രസ് വരികയാണെങ്കിൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ടോ, സാധ്യമാകുമോ? ഇത് മറയൂർ ചാനലിന്റെ ഒരു സജഷനാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ വർഷം പഞ്ചായത്ത് ഇലക്ഷനിൽ മറയൂർ ചാനലിന്റെ പ്രേക്ഷകരും ഞങ്ങളും എല്ലാവരും ആവശ്യപ്പെടുകയാണ് ഒരു ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു ക്രിമേഷൻ സെന്റേഴ്സ് അത് പഞ്ചായത്തിന് സാധ്യമാകും. തീർച്ചയായിട്ടും അത് പഞ്ചായത്തിന്റെ സ്ഥാപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ 2021-22 കാലഘട്ടങ്ങളിൽ ഇതിനു വേണ്ടിയിട്ട് 50 ലക്ഷം രൂപ ശുചിത്വ മിഷനും പഞ്ചായത്തിനും സംയോജിതമായി DPR തയ്യാറാക്കിയതാണ്. പക്ഷെ അന്ന് ഇത് സ്ഥാപിക്കുന്ന സ്ഥലത്ത് 100 മീറ്റർ പരിസരത്ത് അതിൻ്റെ വീടുകൾക്ക് പാടില്ല എന്നൊരു നിർദ്ദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ശുചിത്വ മിഷൻ സമീപിച്ചിട്ടുണ്ട്.
അത് വളരെ മറയൂരിന് ആവശ്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായി പഠിച്ചതിന് ശേഷം നമുക്ക് ബാബുനഗറിലെ കമ്മിറ്റോറിയത്തിന് 1 ഏക്കർ സ്ഥലം പഞ്ചായത്തിൻ്റെ ഓൺ പ്രോപ്പർട്ടി തന്നെയാണ്. അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച് അതിനനുകൂലമായ റിസൾട്ടാണ് ലഭിക്കുന്നതെങ്കിൽ ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ അവിടെ ഇലക്ട്രിക് കമ്മിറ്റോറിയം സ്ഥാപിക്കുന്നതാണ് വിളിച്ചു. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം, പഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടി കുറെ റോഡുകൾ ചെയ്തു എന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ജോമോൻ ചേട്ടന്റെ കാലയളവിൽ എനിക്ക് വളരെ വേദനയോടുകൂടി അത് പറയേണ്ടി വരും. പല മരങ്ങൾ ഇവിടെ ഡേഞ്ചറസ് ആണ് എന്ന് പറഞ്ഞ് മുറിച്ചു. ഇത് ചെറിയ ഹോട്ടലുകൾക്ക് പാർക്കിംഗ് സൗകര്യത്തിന് വേണ്ടി മുറിക്കപ്പെട്ടതായിരുന്നില്ലേ ചില മരങ്ങളൊക്കെ? ചില മരങ്ങളെങ്കിലും അങ്ങനെ മുറിച്ചിട്ടില്ലേ? അത് ഡേഞ്ചറസ് ആയിട്ട് തോന്നിയിട്ടില്ല, കാരണം അത് അത്രയും സ്ട്രോങ് ആയിട്ട് റൂട്ടുള്ള നല്ല വലിയ മരങ്ങളായിരുന്നു. കാറ്റത്താടുകയോ കറണ്ട് കമ്പി ഉണ്ടാവുകയോ റോഡിന് അപകടമോ ഇല്ലാത്ത, വേണമെങ്കിൽ എക്സാമ്പിൾസ് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. ഈ സ്ഥലങ്ങളിലെ മരങ്ങൾ മുറിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമല്ല ഉണ്ടായത്. ആ സ്ഥലത്തെ ആളൊരു ഹോട്ടൽ വെക്കുന്നു അല്ലെങ്കിൽ ഒരു റിസോർട്ട് പണിയുന്നു, അവിടേക്കൊരു പാർക്കിങ്ങിനുള്ള സൗകര്യം വരിക മാത്രമാണ് ചെയ്തത്. അല്ലാണ്ട് ആ മരം ഒന്നും ഡേഞ്ചർ ആയിരുന്നില്ല പലപ്പോഴും. ഇതിന്റെ മറവിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് ആരോപിച്ചാൽ അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പറ്റുമോ? ഒരു പബ്ലിക് പഞ്ചായത്തിലേക്ക് അപകടകരമായ രീതിയിൽ ഒരു മരം മുറിച്ചു മാറ്റണം അപേക്ഷ തന്നു കഴിഞ്ഞാൽ പഞ്ചായത്തിന് ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ ആ തീരുമാനത്തിന് പഞ്ചായത്ത് തന്നെ ഒരു ട്രീ കമ്മിറ്റി ഉണ്ട്. ആ ട്രീ കമ്മിറ്റി സോഷ്യൽ ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥരും വില്ലേജിലെ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് സെക്രട്ടറിയും അടങ്ങുന്ന ആ കമ്മിറ്റി അത് പരിശോധിച്ച് അത് ആ പറയുന്ന പരാതി പറഞ്ഞിരിക്കുന്ന കാര്യം യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി അവർ അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിച്ച് മാത്രമാണ് അനുമതി തരുന്നത്. അങ്ങനെയുള്ള മരങ്ങൾ മാത്രമാണ് മറയൂരിൽ നിന്നും ആ പരാതി ലഭിച്ച ആ ട്രീ കമ്മിറ്റിയിൽ വന്ന മരങ്ങൾ മാത്രമാണ് മുറിച്ച് നീക്കിയിട്ടുള്ളൂ. നമുക്ക് ഒരാൾ ഒരു അപകടകരമായി നിൽക്കുന്ന മരം മുറിച്ചു മാറ്റാൻ തന്ന അപേക്ഷ തന്ന് നമ്മളത് പഞ്ചായത്ത് അതിന് മുഖവിലേക്ക് എടുത്തില്ല എന്നെങ്കിൽ നാളെ ഒരു അപകടം സംഭവിച്ചാൽ ഈ പരാതി തന്നിരിക്കുന്നത് നിയമപരമായി നമ്മളുടെ ഫയലിലുണ്ട്. അപ്പോൾ നിർഭാഗ്യവശാൽ ഒരു അപകടം സംഭവിച്ചാൽ ആദ്യം പറയുന്നത് ഞാനിത് പഞ്ചായത്തിൽ കൊടുത്തതെന്നാണ്. പഞ്ചായത്ത് അനുകൂല തീരുമാനം എടുക്കുന്നത് ഞങ്ങളുടെ ജീവന് സ്വത്തിനും നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഇടപെടൽ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നുള്ള വ്യാപക പ്രതിഷേധമൊക്കെ ഉയരാൻ സാധ്യതയുള്ളതിൻ്റെ പേരിൽ നിയമപരമായ അപേക്ഷകൾ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് മറ്റ് പറയുന്ന രീതിയിലുള്ള നടപടി പഞ്ചായത്ത് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തിൽ കിട്ടിയ എല്ലാ അപേക്ഷകൾക്കും ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് കരിമുട്ടിക്കുടിയിൽ ആദിവാസി കോളനിയിലേക്കുള്ള ഒരു വഴിയുടെ പ്രശ്നം ഏകദേശം ഒരു 4 വർഷമായിട്ട് ഈ പ്രശ്നം അവരുന്നയിക്കുന്നു? ആദ്യം പഞ്ചായത്തിനോട് പറയുന്നു, കേൾക്കാതെ വരുന്നു, വീണ്ടും അവര് ഹയർ അതോറിറ്റീസിനെ ചെല്ലുന്നു, അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് SC/ST ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്നു, പഞ്ചായത്തിൽ നിന്ന് വരുന്നു, വീണ്ടും അവർ കോടതി സബ് കളക്ടർ വരുന്നു. വലിയൊരു കോലാഹലം സൃഷ്ടിച്ചിട്ടാണ് ഈ കരിമുട്ടിക്കുടിയുടെ യാത്രാ സൗകര്യത്തിനുള്ള ഒരു എത്രയോ 128 അത്രയുള്ള സ്റ്റെപ്പാണ് അവർക്ക് കെട്ടിക്കൊടുത്തത് എന്ന് പറഞ്ഞു. ഇപ്പോൾ കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാവുമല്ലോ, മഴ പെയ്യുന്ന സമയത്ത് സ്റ്റെപ്പ് കൂടെ തെന്നി വീഴും. 10-35 ഫാമിലി ഉള്ള ഒരു സ്ഥലത്തെ ആളുകൾക്ക് കയറി ഇറങ്ങി ചരക്കുകൾ കൊണ്ടുപോകുന്നതിനും വിദ്യാഭ്യാസ ആവശ്യത്തിനും മറ്റ് ഹോസ്പിറ്റൽ ആവശ്യത്തിനും ഒക്കെ പോകേണ്ട ഒരു വഴി ഇത്രയും സ്റ്റെപ്പ് കെട്ടി കൊടുക്കാനായിട്ട് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചു. അത് ശരിയായ നടപടിയായിട്ട് തോന്നുന്നു. നമുക്ക് പഞ്ചായത്ത് ഒരു പ്രദേശത്തേക്ക് ഒരു വഴി വയ്ക്കുകയാണെങ്കിൽ ആ പ്രദേശത്തെ ജനങ്ങളെ വിളിച്ചുകൂട്ടി അവരുടെ ആവശ്യം കേട്ടതിന് ശേഷം മാത്രമേ ഗ്രാമസഭകളിൽ ലഭിക്കുന്ന അപേക്ഷകൾ മാത്രമേ ആ ഫണ്ടുകൾ അവിടെ നമ്മൾ ചെലവഴിച്ചിട്ടുള്ളൂ. കരിമുട്ടിക്കുടിയിലെ പ്രത്യേകിച്ച് ഞാൻ ആ വാർഡിൻ്റെ മെമ്പറായത് കഴിഞ്ഞ 2020-25 കാലഘട്ടത്തിലാണ് ജവഹർലാലിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന ഭരണസമിതിയിൽ തന്നെ ഈ കുടി നിവാസികളെയും വിളിച്ച് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയുടെ നടുക്കേടെയാണ് റോഡ് ഫുട്പാത്ത് കടന്നു പോകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് കറക്റ്റ് ആണോ? ഈ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയുടെ ഉള്ളിൽ കൂടെയാണ് വഴി പോകുന്നതെന്നാണോ ഇപ്പോഴും പറയുന്നത്? അല്ല, ഇപ്പൊ ഞാൻ അതിന്റെ സർവേ നമ്പർ പറയുകയാണെങ്കിൽ അത് സർവേ നമ്പർ പ്രകാരം അത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമി ആയിട്ടല്ല ഇപ്പോ വില്ലേജിൽ കിടക്കുന്നത്. ഇപ്പോഴല്ല, എപ്പോഴും ആ ഭൂമി കിടന്നിട്ടുള്ളത് അത് റവന്യൂ ലാൻഡാണ്. റവന്യൂ ലാൻഡ് ആയതുകൊണ്ടാണ് അതിൽ 1998 പഞ്ചായത്തിന്റെ വികസന സമിതിയിൽ നിന്ന് ഒരു റോഡ് ഇട്ടുകൊടുത്തിട്ടുള്ളത്, അല്ലെ? കോൺക്രീറ്റ് റോഡ് പകുതി വഴി വരെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കല്ലിട്ട റോഡ് അതേ വഴി കൂടെ പോയിട്ടുണ്ട്. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഇത് പബ്ലിക് ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിന്റെ വഴിയാണ് എന്നും പറഞ്ഞ്
പ്രശ്നം വരുന്നതും ആ വഴി അടച്ചു മൂടുന്നതും പകരം അവർക്ക് മറ്റൊരു സ്റ്റെപ്പ് റോഡും ഉണ്ടാക്കുന്നതും. ഇപ്പോഴും ജോമോൻ ചേട്ടൻ പറഞ്ഞത് അതൊരു പ്രൈവറ്റ് വ്യക്തിയുടെ വഴി, ഭൂമിയുടെ ഉള്ളിൽ കൂടെ പോകുന്ന വഴിയാണ്. ഇതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമില്ല. രേഖകൾ പ്രകാരം ഞാൻ കാണിച്ചു തരാം. അത് ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ ലാൻഡിൽ കൂടെ അല്ല ആ റോഡ് പോകുന്നത്. നമ്മളുടെ കാഴ്ചപ്പാടിൽ നമ്മളവിടെ ചെല്ലുന്ന കാണുമ്പോൾ ഒരു 2 അതിർത്തികൾക്കുള്ളിലൂടെയാണ് വഴി കടന്നു പോകുന്നത്. അപ്പോൾ പഞ്ചായത്ത് അവിടെ കോൺക്രീറ്റ് റോഡിന് വേണ്ടി 2015-20 കാലഘട്ടങ്ങളിൽ പണം അനുവദിച്ച് പണി ആരംഭിച്ചപ്പോൾ കുടിയിൽ നിന്നുമാണ്, ഈ കരിമുട്ടിക്കുടിയുടെ എൻഡിൽ നിന്നുമാണ് റോഡ്, നമ്മുടെ ഉടുമലപ്പെട്ട മറയൂർ റോഡിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നുള്ള പണി ആരംഭിച്ചിരിക്കുന്നത്. അവിടെ തടസ്സം, ഈ റോഡ് പണിയുന്നതിന് തടസ്സം ഉന്നയിച്ചപ്പോൾ അന്ന് കുടിയിൽ നിന്നും താഴത്തേക്കാണ് റോഡ് പണിതത്. ഈ പറയുന്ന ആ വഴി കടന്നു വരുന്നത് ഒരു സ്ഥലത്തിന്റെ അതിർത്തിയിലൂടെയാണ് കടന്നു വരുന്നത്. അന്ന് ഈ സ്ഥലത്തേക്ക് കോൺക്രീറ്റ് ചെയ്യാനായിട്ട് അന്നിരുന്ന ഭരണസമിതി തീരുമാനമെടുത്ത് മുന്നോട്ട് പോയപ്പോൾ ഈ സ്ഥലത്തിന്റെ അവകാശി എന്ന് പറയുന്ന ആള് വന്ന് തടസ്സം ചെയ്തു. ഞാൻ ഈ ആളുകൾക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് കല്ല് ഇതിൽ അനുവദിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് ചെയ്യാൻ ഞാൻ അനുവദിച്ചിട്ടില്ല, എൻ്റെ സ്വകാര്യ ഭൂമിയാണെന്ന് അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളത് പരിശോധിക്കാനായിട്ട് നിയമപരമായ റവന്യൂ രേഖകൾ പരിശോധിക്കുന്ന ഉള്ള നടപടിയിലോട്ടൊന്നും പോയിട്ടില്ല. വില്ലേജിൽ രേഖകളൊക്കെ നിലവിലുണ്ട്. പക്ഷേ അന്ന് നമ്മളുടെ ഈ കുടിയിലെ അന്നത്തെ ആളുകളും പ്രധാനപ്പെട്ട ആളുകളും വാർഡ് മെമ്പറും ഒക്കെ വിളിച്ച് സംസാരിച്ച് സ്ഥലത്തിന്റെ വ്യക്തിയുമായി അവർ പറഞ്ഞു, ഇത് എൻ്റെ സ്വകാര്യ ഭൂമിയാണെന്ന് അവകാശപ്പെടുകയാണ്. അവകാശപ്പെടുമ്പോൾ അവർ പറഞ്ഞത്, ഈ കോൺക്രീറ്റ് വഴി പോയി കഴിഞ്ഞാൽ എൻ്റെ ഭൂമി 2ആയി പോകും, അതുകൊണ്ട് ഈ സ്ഥലത്തിന്റെ ഒരു സൈഡിൽ കൂടെ എനിക്ക് വഴി വെട്ടിയാൽ മാത്രമേ ഞാൻ ഒരു പെർമനന്റ് ഒരു കോൺക്രീറ്റ് വഴിക്ക് അനുമതി തരുള്ളൂ. അപ്പോൾ കുടിയിലെ അന്നത്തെ പ്രധാനപ്പെട്ട കാണി ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളുമായി സംസാരിച്ച് അന്നത്തെ വാർഡ് മെമ്പറും ഈ ഭൂമിയുടെ ഉടമസ്ഥനും കുടി നിവാസികളും എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സൈഡിലൂടെ സ്ഥലത്തിന്റെ സൈഡിൽ കൂടെ വഴി പണിത് വന്ന് 2 അറ്റത്തിലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു 6 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ ഒരു 4 ലക്ഷം രൂപയും ചെന്ന് ഒരു ഗ്യാപ്പിൽ 2 സ്ഥലത്തും മുട്ടാണ്ട് നിന്ന വഴി മാത്രമാണ് ഞാൻ മെമ്പറായതിനു ശേഷം അവിടെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവര് കുടിയിലെ നിവാസികൾ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ അതിന്റെ രേഖകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഭൂമി റോഡ് വഴി കടന്നു പോകുന്ന ഉടുമലമറയൂർ റോഡിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഒരു 65 അല്ലെങ്കിൽ 70 മീറ്റർ ദൂരം റവന്യൂ തരിശായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ റവന്യൂ തരിശ എന്ന് പറയുന്ന സ്ഥലം നൂറ്റാണ്ടുകളായിട്ട് ഒരു സ്വകാര്യ വ്യക്തിയുടെ കൈകളിൽ ഇരിക്കുന്ന സ്ഥലം, കസ്റ്റഡിയിലാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു വഴി കടന്നു പോകുമ്പോൾ ഇത് പട്ടയ സ്ഥലമാണോ അല്ലെങ്കിൽ പട്ടയമില്ലാത്ത ഭൂമിയാണോ എന്ന് നമുക്ക്, അപ്പോൾ ഇങ്ങനെ തർക്കം വന്ന സ്ഥിതിക്ക് ഞങ്ങൾ അതിൽ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ റവന്യൂ തരിശാണെന്ന് നമുക്ക് ബോധ്യമായപ്പോൾ ആ സമയത്ത് തന്നെ അപ്പോൾ തന്നെ അന്നത്തെ പഞ്ചായത്ത് സെക്രട്ടറി, വില്ലേജ് ഓഫീസർ, ട്രൈബൽ ഓഫീസർ ആ തടസ്സം ചെയ്ത പ്രദേശം നമ്മൾ മണ്ണ് നീക്കം ചെയ്ത് ആളുകൾ കടന്നു പോകുന്ന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നിലവിലെ 5 അടി വീതിയിൽ മാത്രമാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഈ തടസ്സം ഉന്നയിച്ചിരിക്കുന്ന സ്ഥലം വരെയുള്ള 5 അടി വീതിയിൽ മാത്രമേ ഉള്ളൂ. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉടുമലമറയൂർ റോഡിൽ നിന്നും ഈ സ്ഥലത്തേക്ക് കോൺക്രീറ്റ് ചെയ്തത് 5 അടി വീതിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഗ്രാമസഭയിൽ നമ്മൾ ഇത് പറഞ്ഞു, ഞങ്ങളിത് റോഡ് നിലവിലുള്ള ഫുട്പാത്ത് പണിയുന്നതിന് ഇപ്പോൾ ആ സ്ഥലത്തിന്റെ അവകാശി എന്ന് പറഞ്ഞാൽ റവന്യൂ സർവേ എന്ന് പറയുന്ന സ്ഥലത്ത് ഫുട്പാത്ത് പണിയുന്നതിനുള്ള മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാന്നാണ്. അപ്പോൾ കുടി നിവാസികൾ ആവശ്യപ്പെടുന്നത് 3 മീറ്റർ അകലത്തിലുള്ള റോഡ് നിർമ്മിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ 3 മീറ്റർ അകലത്തിലുള്ള റോഡ് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഇത് ഉൾപ്പെടുത്തണം. ആസ്തിയിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഇതിന് നമുക്ക് ടെക്നിക്കൽ സാങ്ഷൻ അനുമതി, നമുക്കിത് പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ലഭിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതുമായി മുന്നോട്ട് പോയപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 70 മീറ്റർ മാത്രമേ റവന്യൂ തരിച്ചുള്ളൂ. ആ 70 മീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്വകാര്യ വ്യക്തിയുടെ പട്ടയ സ്ഥലമാണ്. അപ്പോൾ അതിന് ഇവരുടെ നമ്മളെ സംബന്ധിച്ച് പട്ടയം അതിന്റെ നിയമപരമായ ഈ 70 മീറ്ററുള്ള പട്ടയം ഞാൻ കണ്ടിട്ടുള്ള പഞ്ചായത്ത് സെക്രട്ടറിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും അവർ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാ ഇപ്പം ഹാജരാക്കി എന്ന് പറയുന്നു? പഞ്ചായത്തിനും പട്ടയം കാണിച്ചു, സെക്രട്ടറിക്കും പട്ടയം കാണിച്ചു. പിന്നെ എന്തുകൊണ്ടാണ് മജിസ്ട്രേറ്റിയൽ പവറുള്ള ജില്ലാ കളക്ടർ ഓർഡർ ഇറക്കിയിട്ടുണ്ടായിരുന്നു? ഓർഡർ നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം. ഓർഡർ ഇറക്കിയിട്ടുണ്ട്.
ഇവർക്ക് മണ്ണിട്ട് മൂടപ്പെട്ട അവരുടെ വഴി പുനഃസ്ഥാപിച്ചു കൊടുക്കണം. പഞ്ചായത്തിനാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിലവില് അതിലൊരു റിട്ട് പെറ്റീഷൻ ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇത് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ച ഈ ഒരു പ്രശ്നത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ട്. ആക്ഷേപം മാത്രമാണ്. ഈ കുടിയുടെ ബന്ധപ്പെട്ട കാണി ഉൾപ്പെടെയുള്ള ആളുകളെ നിർത്തി നിലവിലെ ഈ ഷാർട്ടിംഗ് പോയിന്റിലെ കോൺക്രീറ്റ് കഴിഞ്ഞുള്ള ഭാഗത്തെ മണ്ണ് ഏത് രീതിയിലാണോ അവര് അവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്, ആ നിക്ഷേപിച്ച മണ്ണ് മാറ്റി അതിലെ വഴി ക്ലിയർ ചെയ്ത് ആ കല്ല് ഭാഗ്യം തെളിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അല്ല, നമ്മൾ ഒരു സോഷ്യൽ വർക്കർ എന്ന് പറയുമ്പോഴും ഒരു പൊളിറ്റീഷ്യൻ എന്ന അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളായിരുന്നു അതിനകത്ത് ഏറ്റവും ഫസ്റ്റ് ഇടപെടേണ്ട ഒരു വ്യക്തി. ആ കുടിയിലെ ആളുകൾ മുഴുവൻ, അവരോട് ഞാൻ നേരിട്ട് സംസാരിച്ചുകൊണ്ട് പറയാം, കുടിയിലെ ആളുകൾ മുഴുവൻ നിങ്ങളോട് വന്ന് ഈ പരാതി പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഒരു നിവൃത്തി കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പം അവർക്ക് ഹൈക്കോടതി വരെ പോകേണ്ടി വന്നത്. ഒരു സാധാരണ ആദിവാസി കുടിയെ സംബന്ധിച്ച് ഹൈക്കോടതിയിലൊക്കെ റിട്ട് പെറ്റീഷൻ പോവുക എന്ന് പറയുന്നതൊക്കെ അവര് അങ്ങനെ വന്നു എന്ന് പറയുന്നത് തന്നെ നമ്മൾക്ക് ക്ലാപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് പഞ്ചായത്ത് അത് മര്യാദയ്ക്ക് അവർക്ക് ഉള്ള വഴി അന്വേഷിച്ച് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിലവിലെ പഞ്ചായത്തിലെ ആസ്തിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആ പ്രദേശം ഏത് സമയത്ത് വേണം കോൺക്രീറ്റ് ചെയ്യാൻ പഞ്ചായത്ത് തയ്യാറാണ്. ഇപ്പോൾ അത് 5 അടി വീതിയിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ തയ്യാറായപ്പോൾ അവർ തന്നെ പറയുന്നത് ഞങ്ങൾക്ക് 3 മീറ്റർ വീതിയിലുള്ള റോഡ് നിർമ്മിക്കണമെന്നാണ്. 3 മീറ്റർ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ റവന്യൂ രേഖകൾ പ്രകാരം ആ സ്ഥലം പഞ്ചായത്തിലോട്ട് ഏറ്റെടുത്തുകൊണ്ട് സർവേ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തുകൊണ്ട് നമുക്കിത് കൈമാറി തന്നാൽ മാത്രമേ നമുക്ക് ഇതിനോട്ട് ഫണ്ട് വകയിരുത്താൻ സാധിക്കുള്ളൂ. ഈ നിലവിലുള്ള അതിന്റെ 2 സൈഡിലെയും വീതിക്ക് ചെയ്യുന്നതിന് പഞ്ചായത്തിന് മറ്റൊരു തടസ്സവും നിലവിൽ ഇപ്പോഴവിടെ ഇല്ല. ചെയ്തു. അപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് ഈ ഉടുമല മറയൂർ റോഡിൽ നിന്നും 3 മീറ്റർ 10 അടി വീതിയിലുള്ള റോഡ് നിർമ്മിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ന്യായമായ ഒരു ആവശ്യമല്ലേ? കാര്യം അവർക്ക് വണ്ടികളും സാധനങ്ങളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അത്രയും വീതി ആവശ്യമായിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അത് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ നിയമപരമായ സ്ഥലം അളന്നു തിരിച്ചു തരേണ്ടത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനുള്ള അപേക്ഷകളൊക്കെ പഞ്ചായത്ത് ബന്ധപ്പെട്ട RDOക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അവരെ ബുദ്ധിമുട്ടിക്കാതെ ആ വാർഡില് ജോമോൻ ചേട്ടൻ അവിടെ നിന്ന് ഇപ്പൊ വാർഡിൽ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ പോലും ഈ തവണ നിൽക്കുന്നത് ജവഹർ നഗറില് ശരണ്യരാജൻ അതിന്റെ ആവശ്യങ്ങളുമായിട്ട് ജോമോൻ ചേട്ടനെ വന്ന് സഹായിച്ചാൽ പണ്ടത്തെ റെക്കോർഡ്സുകളെല്ലാം നൽകി അവരെ ഹെൽപ്പ് ചെയ്യോ അതോ വീണ്ടും തടസ്സവാദം ഉന്നയിച്ച് ടെക്നിക്കലി റെഗുലാരിറ്റീസ് പറഞ്ഞ് ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് കരിമുട്ടിക്കുടി എന്നും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന കുടിയാണ്. അവിടെ മുഴുവൻ ആളുകളും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആളുകളാണ്. കരിമുട്ടിക്കുടിയുടെ ആവശ്യത്തിന് മാത്രമാണ് അവിടെ നിലകൊണ്ടിട്ടുള്ളൂ. അവിടെ സംബന്ധിച്ച് ഒരു റവന്യൂ ഇഷ്യൂ നിലനിൽക്കുന്ന സ്ഥലത്ത് ഇത് അളന്നു തിരിച്ചു തരേണ്ടത് ബന്ധപ്പെട്ട റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ അതോടൊപ്പം തന്നെ ഈ വഴി ഇവർക്കറിയാം, ഇവര് ഇങ്ങനെ ഒരു 5 അടി വീതി ഉള്ളൂ എന്ന് നമ്മളോടൊക്കെ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തില് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കുടിയിലേക്ക് 3 മീറ്റർ അകലത്തിൽ കൊടിയാർ പാലത്തിന്റെ അവിടെ നിന്നും 300 മീറ്റർ ദൂരത്തിൽ റോഡ് കുടി നിവാസികൾ തന്നെ വെട്ടി മൺറോഡ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെട്ടി ക്ലിയർ ചെയ്യുകയും അവർക്ക് കൊടുക്കും ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വഴിയോടൊപ്പം തന്നെ ഇതിങ്ങനെ നിയമപരമായ തടസ്സം നിലനിൽക്കുന്നതുകൊണ്ട് ഈ കുടിനിവാസികളുടെ ഒറ്റക്കെട്ടായ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അവർക്ക് തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ മസ്റ്റോൾ അടിച്ചു കൊടുത്തുകൊണ്ട് ഈ കൊടിയാർ പാലത്തിന്റെ അവിടെ നിന്നും ഒരു 3 മീറ്റർ 4 മീറ്റർ വീതിയിൽ റോഡ് ഉടുമല മറയൂർ റോഡിൽ നിന്നും കുടി വരെ മൺറോഡിന്റെ പണി കഴിഞ്ഞ് 100 മീറ്റർ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് ആക്കിയിട്ട് ഒരു 200 മീറ്ററൂടെ കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി തൊഴിലുറപ്പ് പദ്ധതി ടെൻഡർ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്യൂ നിലനിൽക്കുമ്പോൾ തന്നെ ഇതിൽ പാരലായിട്ട് റോഡിന്റെ പണികൾ ആരംഭിച്ച് ഈ റോഡിൽ കൂടെ 4 വീൽ ജീപ്പ് കുടിയിൽ ചെല്ലുന്നുള്ള സംവിധാനവും നിലവിലുണ്ട്. നിലവിലുണ്ട്. 4 വീൽ ജീപ്പ് വരുന്ന വഴി എവിടെയാ? ഇതിന്റെ ബാക്ക് വഴിയല്ലേ? അതായത് കുടിയിലോട്ട് എത്തുന്ന വഴി ആദ്യം പഞ്ചായത്ത് 98 ഒരു വഴി കൊടുത്തിട്ടുണ്ട്. അത് പോരാതെ 2015 ഒരു വഴി കൊടുത്തു. അത് പോരാതെയാണ് ഇപ്പൊ ഈ 4 വീൽ എത്തുന്നതിന് വേണ്ടി മറ്റൊരു വഴി കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ തടസ്സം നിലനിൽക്കുന്നുണ്ട്, കോടതി ഇഷ്യൂവും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അത് അത് എന്നാണോ അതിന്റെ കോടതി ഇഷ്യൂ തീരുന്നത്, അല്ലെങ്കിൽ കോടതി ഇപ്പൊ നിലവിൽ കോടതിയിൽ കിടക്കുന്ന ഒരു വിഷയമായതിനാൽ അത് തീരുന്ന മുറയ്ക്ക്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്യൂ തീരുന്ന മുറയ്ക്ക് തന്നെ ഈ റോഡ് നമ്മൾ പഞ്ചായത്ത് പണിത് കൊടുക്കാൻ ഉത്തരവാദിത്തത്തോടുകൂടി പറയുന്നു. അത് പണിത് കൊടുക്കുന്ന നടപടികൾ മുന്നോട്ട് പോകും. അതോടൊപ്പം ഈ റോഡും കുടിയിലോട്ട് എത്തിച്ചേരുന്ന റോഡും
പണിയുന്ന നടപടിയുമായിട്ട് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരു കുടിയിലേക്ക് 3 വട്ടം 3 റോഡുകളാണ് നമ്മളുടെ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് പോയിട്ടുള്ളത്. ആ റോഡ് കുടിയുടെ ആവശ്യത്തിന് മാത്രമല്ല, കുടിക്ക് അതില് നേരത്തെ ഒരു മാട്ടുപാത ഉള്ളതാണ്. ആ വഴി അതില് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു വെള്ളച്ചാട്ടം, നമ്മുടെ ഈ കുടിക്ക് പുറകിലായിട്ട് വെള്ളച്ചാട്ടമുണ്ട്. അങ്ങോട്ടേക്ക് ഒരു ടൂറിസം പോയിന്റായിട്ട് വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള റോഡും കുടിക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലും കൂടിയാണ് നമ്മളത് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. മറയൂരില് ടൂറിസം ഇപ്പൊ അതിപ്രസരണം നടക്കുന്നു എന്നൊരു തോന്നലുണ്ടോ? തീർച്ചയായിട്ടും ടൂറിസം കാർഷിക മേഖലയില് വന്യമൃഗശല്യവും കാലാവസ്ഥ വ്യതിയാനവും കൊണ്ടൊക്കെ പ്രശ്നം നേരിടുന്ന സമയത്ത് ഇന്ന് ടൂറിസമാണ് അനവധി ആളുകളുടെ ജീവിത മാർഗമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ അത് നേരിടുന്നുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഡൗട്ട് എനിക്കുള്ളത്, നമ്മുടെ മറയൂരിലുള്ള ഉണ്ടായിരുന്ന ആളുകളാണോ ഈ ടൂറിസത്തിലേക്ക് ഇപ്പൊ വന്നത്, അതോ പുറത്തു നിന്നുള്ള ചില ഇൻവെസ്റ്റ്മെന്റുകളാണോ മറയൂരിനെ ഇപ്പൊ കൺട്രോൾ ചെയ്യുന്നത്? പ്രാദേശികമായിട്ട് ഇപ്പോൾ മറയൂരിലെ ആളുകൾ തന്നെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പുറത്തുനിന്ന് ആളുകളും കൂടുതൽ ഇതിന് സാധ്യത കണ്ട് മറയൂരിൽ വന്ന് സ്ഥലം വാങ്ങി റിസോർട്ടുകളും മറ്റുള്ള ഹോം സ്റ്റേകളൊക്കെ പണിയുന്നുണ്ട്. പക്ഷെ അതിന്റെ മഹാഭൂരിപക്ഷം മേഖലയിലും മറയൂരിലെ പ്രാദേശികമായ ആളുകൾ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഈ ടൂറിസം വന്നതുകൊണ്ട് നമ്മുടെ പ്രകൃതി ചൂഷണം നേരിടുന്നു എന്നൊരഭിപ്രായം എനിക്കുണ്ട്. ഒരുപാട് നമ്മുടെ ഇത് ഹൈലി സെൻസിറ്റീവ് ഏരിയ ആണ്, ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയയുടെ പട്ടികയിൽ പെടുന്ന ഒരു പ്രദേശമാണ് പശ്ചിമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഈ മറയൂർ എന്ന് പറയുന്ന പ്രദേശം. ഇവിടെ ഇത്രമാത്രം കൺസ്ട്രക്ഷൻസ് നടത്തി കഴിഞ്ഞാൽ ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് അനുമതി കൊടുക്കാതെ ഒരു കൺസ്ട്രക്ഷൻ നടക്കാൻ പറ്റില്ല. പഞ്ചായത്തിനാണ് എപ്പോഴും ഈ ബിൽഡിങ്സിന്റെ പെർമിറ്റ് കൊടുക്കുന്നതിനുള്ള അധികാരമുള്ളത്. കൃത്യമായി പഠനം നടത്തിയിട്ട് തന്നെയാണോ? ചില ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ പഞ്ചായത്ത് എന്തുകൊണ്ട് ഇതിന് അനുമതി കൊടുത്തു എന്നൊക്കെ തോന്നിപ്പോകാറുണ്ട് എനിക്ക്. അപ്പൊ അങ്ങനെ കൃത്യമായി പഠനം നടത്തുകയോ ഇൻവെസ്റ്റിഗേഷൻസിന്റെ കാര്യങ്ങൾ പറയുന്ന ക്രൈറ്റീരിയകളെല്ലാം നോക്കിയിട്ട് തന്നെയാണോ ഇവിടെ പല കാര്യങ്ങൾക്കും ലൈസൻസ് കൊടുക്കാറുള്ളത്? തീർച്ചയായിട്ടും നിയമപരമായ അനുമതി മേടിക്കുന്ന എല്ലാ അവസരങ്ങളും പരിശോധിച്ച് തന്നെയാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിരുന്നാൽ പോലും എല്ലാ പ്രദേശത്തും നടക്കുന്ന പോലെ അനധികൃത നിർമ്മാണങ്ങളും നടക്കാറുണ്ട്. അതിന് ബന്ധപ്പെട്ട ഏജൻസി എന്ന് പറയുന്നത് പഞ്ചായത്ത് തന്നെയാണ്. പഞ്ചായത്ത് ആ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ അതിനുള്ള നിയമപരമായ നടപടികളൊക്കെ ലെറ്റർ കൊടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിയമപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ അതിന്റെ അന്വേഷിച്ച് മാത്രമേ മറുപടി പറയാൻ. ഇവിടുത്തെ ഒരു ലാൻഡ് സ്ലൈഡിംഗ് ഏരിയ എന്ന് പറയുന്ന ഒരു 45 ഡിഗ്രിയുടെ മേലെയുള്ള ഒരു ലൊക്കേഷൻ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പെട്ടെന്ന് നമ്മളുടെ തൊട്ടടുത്ത് സംഭവിച്ച പോലെ പെട്ടിമുടി ദുരന്തം പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ കുത്തുകല്ലുകുടി, ഇരുട്ടലക്കുടി, ആ 2ാം വാർഡ് മൊത്തത്തില് ഇങ്ങ് താഴേക്ക് മറയൂരിലേക്ക് സ്ലൈഡ് ചെയ്ത് വരും. ഈ ഒരു ദുരന്തം ഇവിടെ സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം മിക്കവാറും അല്ല, ഓൾമോസ്റ്റ് അത് പഞ്ചായത്തിന് തന്നെയാണ് വരിക. കാരണം അത്രമാത്രമാണ് ഡീപ്പ് ഫോറസ്റ്റിനോട് ചേർന്നിട്ടുള്ള കുന്നുകൾ ഇടിച്ച് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് നടന്നിട്ടുള്ളത്. അത് നടന്നിട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഈ 2020 to 25 ആണ്. 2020 വരെ ഇത്തരം കൺസ്ട്രക്ഷൻസ് അധികം ഇവിടെ നടന്നിട്ടില്ല. ഇത് ടൂറിസവും പ്രകൃതി ചൂഷണവും ഇതെല്ലാം പഞ്ചായത്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കുവോ ഇങ്ങനെ ഒരു ലാൻഡ് സ്ലൈഡിങ് വന്നു കഴിഞ്ഞാൽ? പെട്ടിമുടിയിൽ ഞാൻ നേരിട്ട് പോയ ഒരു വ്യക്തിയാണ്. പെട്ടിമുടിയിലെ ഉരുള് പൊട്ടിയിരിക്കുന്ന പ്രദേശത്ത് മനുഷ്യന്റെ യാതൊരുവിധ ഇടപെടലും ഇല്ലാത്ത സ്ഥലത്തു നിന്നാണ് ഉരുള് പൊട്ടി പോന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ലാൻഡ് ശില്പാകുന്നത് എവിടെ നിന്നാണെന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കത്തില്ല. പിന്നെ മറയൂരിന്റെ മലനിരകൾ മുഴുവനും ഫോറസ്റ്റിന്റെ അധീനതയിലുള്ള പ്രദേശത്താണ്. അവിടെ അങ്ങനെ ഒരു പ്രവർത്തനം ആദിവാസി മേഖല വീട് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു 400 സ്ക്വയർ ഫീറ്റ് 420 സ്ക്വയർ ഫീറ്റുള്ള വീടുകളാണ് ആദിവാസി മേഖലയിലെല്ലാം വയ്ക്കുന്നത്. അങ്ങനെ ഒരു അതിപ്രസരം, അങ്ങനെ മണ്ണ് പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന രീതിയിൽ ഒന്നും ഉണ്ടായില്ല. പിന്നെ മറ്റൊന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ പ്രദേശത്തും മറയൂരിൽ നടക്കുന്നത് പോലെ അത്ര അതികാഠിന്യമായി മറ്റു പ്രദേശങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെ നടക്കുന്ന പ്രദേശങ്ങളിൽ നിയമപരമായ അനുമതി വാങ്ങി തന്നെയാണ്, എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ അനുമതി വാങ്ങി തന്നെയാണ് നിർമ്മിച്ചേക്കുന്നത് മനസ്സിലാക്കുന്നത്. അങ്ങനെ മറ്റെന്തെങ്കിലും രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം ഉണ്ടെങ്കിൽ അതിന് ബന്ധപ്പെട്ട ഏജൻസി അതിന് നടപടി എടുക്കുന്നതിന് മുന്നോട്ട് പോകുന്നതാണ്. പ്രകൃതി ദുരന്തങ്ങൾ വരുന്നത് എപ്പോഴും നമ്മൾ ഇവിടെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ട് മേലെയുള്ള ഭാഗം അങ്ങനെയല്ല പ്രകൃതി ദുരന്തങ്ങൾ വരിക. ഇതിന്റെ ഒരു ജോഗ്രഫിക്കൽ പാറ്റേൺ അനുസരിച്ച് നമ്മൾ ഇവിടെ പൊട്ടിക്കുന്ന പാറകളുടെ പ്രകമ്പനം ആണ് മറ്റ് പല സ്ഥലങ്ങളിലും അതിലോല പ്രദേശങ്ങളിലേക്ക് സ്ലൈഡിങ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നത്. ഈവൻ കോഴിക്കോട് പൊട്ടിച്ച സ്ഥലം ഇതുകൊണ്ടായിരിക്കാം, ജർക്കിങ് കൊണ്ടായിരിക്കാം വയനാട്ടിലെ മലകൾ താഴേക്ക് ഉരുണ്ട് വീഴുന്നുള്ളത്. കാരണം ഇതെല്ലാം റൂട്ടഡ് ആണ്, റോക്സ് എല്ലാം ഡീപ്പ് റൂട്ടഡ് ആണ്, ഇതെല്ലാം കണക്ട് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ പ്രകമ്പനങ്ങളാണ് ഈ സ്ലൈഡിങ്ങിന് റീസൺ ആയിട്ടുള്ളത്. അപ്പൊ
അപ്പോൾ ആ പെർട്ടിക്കുലർ ഏരിയയിൽ കുഴിച്ചു ഖനനം ചെയ്തു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മളുടെ മറയൂരിന്റെ ഈ പറയുന്ന ലൊക്കാലിറ്റീസിൽ നമ്മൾ ചെയ്യുന്ന ഈ കൺസ്ട്രക്ഷൻസ്, അനധികൃതമായ കൺസ്ട്രക്ഷൻസ്, ചിലപ്പോൾ നമ്മുടെ ചില ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന അനുമതികൾ നമ്മുടെ തലമുറയിനെയും നമ്മളുടെ നാടിനെയും ഇല്ലാതാക്കും എന്നൊരു ചിന്ത പഞ്ചായത്തിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? മറയൂരിനെ സംബന്ധിച്ച് ഒരു 20 വർഷക്കാലമായി പാറ പൊട്ടിക്കുന്നത് അങ്ങനെയുള്ള പ്രവർത്തനമൊന്നും മറയൂരിൽ നടക്കുന്നില്ല. മറയൂരിൽ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉളിക്ക് കയറുന്ന ചെറിയ വാനം തോണ്ടുമ്പോൾ അങ്ങനെയുള്ള അല്ലാണ്ട് മറ്റു വെടിമരുന്ന് ഉപയോഗിച്ചോ മറ്റുള്ളതോ ഇലക്ട്രിക് തോട്ട വെച്ചോ ഒന്നും പൊട്ടിക്കുന്ന നടപടി മറയൂരിലില്ല എന്ന് വ്യക്തമായി തന്നെ പറയാൻ കഴിയും. 20 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പാറ പൊട്ടിക്കുന്ന സംവിധാനങ്ങൾ അതെല്ലാം നിയമപരമായി അനധികൃതമായി ഉണ്ടായിരുന്നെല്ലാം ഇപ്പം നിയമം വളരെ കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. മറയൂരിൽ അങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽ, പഞ്ചായത്തിന്റെ ശ്രദ്ധയിലില്ല. മാലിന്യ സംസ്കരണം, കുടിവെള്ളം, ഇത് രണ്ടുമാണ് ഈ പഞ്ചായത്ത് നേടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് നല്ല നമ്മുടെ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും തോന്നിയിട്ടുണ്ട്. മറയൂരിൽ ഇത്രയധികം ഹോട്ടൽസ് വരുമ്പോൾ, ഇത്രയധികം ടൂറിസ്റ്റ് വരുന്ന സമയത്ത് ഇവർക്ക് പബ്ലിക് ടോയ്ലറ്റ് ഇല്ല എന്ന് തന്നെ പറയാം. ഒരു ഹോട്ടലിൽ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഫുഡ് കഴിക്കാൻ വന്നവർക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള വെള്ളമില്ല. അതുകൊണ്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ മാത്രമേ പറ്റുള്ളൂ, ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ തർക്കമുണ്ടായി. ഒരു ചെറിയ വഴക്കിലേക്കൊക്കെ അത് പോയി. ഇത് മിക്ക ഹോട്ടലുകളിലും നൈറ്റിൽ നമ്മൾ പോകുമ്പോൾ കാണുന്ന ഒരു സ്ഥിരം കാഴ്ചയായി തുടങ്ങി. ഏകദേശം നമുക്ക് പണ്ടൊക്കെ മറയൂരിൽ വരൾച്ച സംഭവിക്കാൻ പറയുന്നത് ജനുവരി തൊട്ടിട്ട് ഒരു മെയ് മാസം വരെയുള്ള സമയത്തായിരുന്നു. പക്ഷെ ഇന്ന് മറയൂരിൽ ടോപ്പ് സീസൺ എന്ന് പറയുന്ന ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ മറയൂർക്ക് വരുന്ന സെപ്റ്റംബർ ആകുമ്പോഴത്തേനും ഇവിടെ വെള്ളത്തിന്റെ ക്ഷാമം അതിരൂക്ഷമായി തന്നെ ഉണ്ട്. നമ്മുടെ തൊട്ടടുത്ത് കൂടെയാണ് പാമ്പാറ് പോകുന്നത്. ഇഷ്ടം പോലെ വെള്ളമാണ് തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. ഇതിനെ റീഫിൽട്ടർ ചെയ്യാനോ റീയൂസ് ചെയ്യാനോ ഒരു ടെക്നോളജി ഇവിടെ ഉണ്ടായിട്ടില്ല. വരുന്നത് ആകെ കൂടെ മലയിൽ നിന്ന് വരുന്ന വെള്ളം ഒരു ജലസംഭരണിയിൽ ശേഖരിച്ച് അത് 2 പദ്ധതികൾ അല്ലെ ഉള്ളത് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഏതൊക്കെയായിരുന്നു അത്? ജലനിധി പദ്ധതിയും ജലജീവൻ മിഷൻ. ഈ 2 മിഷനിലും പൈപ്പുകൾ വീടുകളുടെ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങുന്നു എന്നതിലുപരി ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല. ഇവിടെ വരുന്ന ടൂറിസ്റ്റിന് വെള്ളം കിട്ടുന്നില്ല. ഹോട്ടൽ ഉടമകൾക്ക് ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം കിട്ടുന്നില്ല. ഇത് വലിയ പ്രശ്നമാണ്. പഞ്ചായത്ത് ഈ 2 ടേമിൽ ചെയ്തതുപോലെ പ്രവർത്തിച്ചാൽ ഇനിയും അടുത്ത ഇലക്ഷനും നിങ്ങൾക്ക് ഇത് തന്നെ പറയേണ്ടി വരും. അതിശക്തമായിട്ട് ഇടപെടേണ്ട ഈ 2 വിഷയങ്ങൾ, വെള്ളം, കുടിവെള്ളം, ഇത് കൊടുക്കാനായിട്ട് നിലവിലുള്ള ഈ മിഷനുകളൊന്നും അല്ലാതെ എന്തെങ്കിലും പ്രായോഗികമായിട്ട് കിട്ടുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ പറ്റുമോ? ഇപ്പം ആ ആരോപണം തെറ്റാണ്. ഇപ്പം മറയൂരിനെ സംബന്ധിച്ച് 2016 മുതൽ കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്നത് വളരെ ചുരുക്കം ചില സമയങ്ങളിൽ മാത്രം. നമുക്കറിയാം, കഠിനമായ വേനൽ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ മാത്രമേ അതിനൊരു ചെറിയ ക്ഷാമം നേരിടുന്നു. എന്നിരുന്നാൽ പോലും ആവശ്യത്തിനുള്ള സ്വിഫ്റ്റ് സംവിധാനത്തിൽ നമ്മൾ ഈ ജലനിധി പദ്ധതി യാഥാർത്ഥ്യമാക്കിയ വീടുകളിലെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് പിന്നെ അത് മറ്റേത് നമുക്കറിയാം, ഇത് നാച്ചുറൽ സോഴ്സിലൂടെ ഒഴുകി വരുന്ന വെള്ളമാണ്. അത് ഫിൽറ്ററിംഗ് സംവിധാനത്തിലൂടെ നമ്മൾ ചെയ്താൽ പോലും കുറച്ച് രീതിയിലുള്ള അഴുക്കുകളൊക്കെ വരാറുള്ള യാഥാർത്ഥ്യമാണ്. അതിന് പരിഹാരം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി തന്നെ 1-2 സ്ഥലങ്ങളിൽ നമ്മൾ ഫിൽറ്റർ യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പ്രായോഗികമായ ഫുൾ സ്ട്രെങ്ത്തിലോട്ട് വന്നിട്ടില്ല. അതോടെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വീടുകൾക്കായാലും വളരെ നല്ല ശുദ്ധീകരിച്ചുള്ള വെള്ളം കൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, ജലജീവൻ മിഷൻ പദ്ധതിയിൽ പ്രകാരം മറയൂർ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ജലജീവൻ മിഷൻ്റെ ഭാഗമായി കോവൽക്കടവ് പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് ഇന്ദിരാനഗറിലെ ഫിൽറ്റർ ടാങ്കിൽ വന്ന് അത് ഏതാണ്ട് ഒരു 80 കോടി രൂപയുടെ പ്രോജക്റ്റാണ് ഇംപ്ലിമെൻറ്റേഷനായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ പ്ലാന്റിന് തന്നെ ഏതാണ്ട് 12 കോടി രൂപയാണ് അവർ എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നടപടി ഇപ്പോൾ ഒരു 4-5 പ്രാവശ്യം ടെൻഡർ വെച്ചിട്ട് പോലും അത് ഏറ്റെടുക്കാൻ സർക്കാരിൻ്റെ സാമ്പത്തിക നിലവാർക്ക് പണിത് കഴിഞ്ഞാൽ ബില്ല് കിട്ടുന്നില്ല എന്നുള്ള കാരണത്താൽ ടെൻഡർ ഇതുവരെ ആരും എടുത്തില്ല. പൈപ്പിൻ്റെ പണി നടക്കുന്നതോടൊപ്പം തന്നെ ഈ ഫിൽറ്ററിംഗ് പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരമുള്ള പ്രദേശത്തൊക്കെ ശുദ്ധീകരിച്ച വെള്ളം തന്നെ എത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റുള്ള മേഖല ഏതെങ്കിലും പോരായ്മകൾ, ഫിൽറ്റർ മീഡിയയ്ക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഏറ്റവും മുന്തിയ പരിഗണന ആ പ്രശ്നത്തിന് തന്നെ ആയിരിക്കും പഞ്ചായത്ത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കൊടുക്കുന്നത് ശുദ്ധീകരിച്ചു എന്ന് പറയുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ മറയൂരിലുള്ളത് ആ ഫോറസ്റ്റിനകത്തുള്ള ഒരു വാട്ടർ ടാങ്കാണ്. ആ ടാങ്കിനകത്ത് വരുന്ന വെള്ളം എന്ന് പറയുന്നത് അവിടുത്തെ നാച്ചുറൽ റിസോഴ്സസ് കൂടെ വരുന്ന വെള്ളം ഈ ടാങ്കിലേക്ക് സംഭരിക്കപ്പെടുന്നു. എന്നിട്ട് അതിനകത്തേക്ക് ഒരു ചാക്ക് ക്ലോറിൻ ഇടുന്നു. അത് തന്നെ പൊട്ടി അത് തന്നെ അതിനകത്ത് അവർ ആ ഒരു പ്രപ്പോർഷൻ എന്ന് പറയുന്നത് പോലും ചെക്ക് ചെയ്യുന്നതിനായിട്ട് ഇവിടെ ആളുകളില്ല. ഉണ്ടോ?
നമുക്ക് ഒരു ചാക്ക് പൊട്ടിച്ച് അതിനകത്ത് ഇടുകയല്ലേ ചെയ്യുന്നത്. ജലനിധി പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുന്നവർക്കെല്ലാം തന്നെ രജിസ്ട്രേഡ് BG ഗ്രൂപ്പുകളിലൂടെയാണ് അതിന്റെ നിയന്ത്രണം ഉള്ളത്. തീർച്ചയായിട്ടും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ BG ഗ്രൂപ്പുകളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ആ പോരായ്മകൾ പരിഹരിക്കുന്നതിന് മുന്തിയ പരിഗണന കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ മറയൂർ ഗ്രാമത്തിലെ ഫിൽട്ടർ മീഡിയയ്ക്ക് അതിന്റെ പ്രോസസ്സിംഗിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് അത് പരിഹരിക്കുന്നുള്ള ഇടപെടൽ തീർച്ചയായിട്ടും. ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും കൂടുതൽ വരുന്ന കേസുകൾ എന്ന് പറയുന്നത് വയറിളക്കം, ഛർദിയാണ്. ഇത് വരുന്നത് കോളിഫോം ബാക്ടീരിയ വഴിയാണ്. ഈ കോളിഫോം ബാക്ടീരിയ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് കുടിവെള്ളത്തിൽ കൂടെയാണ്. അപ്പോൾ പഞ്ചായത്ത് ഒന്ന് അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ അടുത്ത തവണയെങ്കിലും നമുക്ക് കുട്ടികൾ നമ്മുടെ കോളിഫോം ബാക്ടീരിയ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്താ മുൻകാലങ്ങളിലൊക്കെ ആദിവാസി മേഖല ടോയ്ലറ്റ് സംവിധാനങ്ങളൊന്നും നിലവിലില്ലായിരുന്നു. അത് പൊതുസ്ഥലങ്ങളിലാണ് അത് നിർവഹിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ODF പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചപ്പോഴും അതോടൊപ്പം തന്നെ ലൈഫ് മിഷൻ ഭവനം നിർമ്മാണത്തിലൂടെയും ഒക്കെ ഇവർക്ക് നിരന്തരമായ വീടുകളിൽ നമ്മൾ ഈ ടോയ്ലറ്റിന്റെ കോംപ്ലക്സുകളും അല്ലെങ്കിൽ വീട്ടിൽ ഇൻഡിവിജ്വലായിട്ട് എല്ലാം പണിത് കൊടുത്തപ്പോൾ അതിനോട് ആളുകൾ പങ്കാളിത്ത അതിനോട് ആളുകൾ ഏർപ്പെട്ടു തുടങ്ങി. പക്ഷേ ഈ കോളിഫോം ബാക്ടീരിയ ഉണ്ടല്ലോ മനുഷ്യ വിസർജനത്തിൽ മാത്രമല്ല വരിക, വന്യമൃഗങ്ങളിൽ നിന്നല്ല വരിക. അത് മാത്രമല്ല, കോളിഫോം ബാക്ടീരിയ എന്ന് പറയുന്നത് നമ്മുടെ ചെടികളുടെ ഇലകള്, ഈ നാച്ചുറൽ സോഴ്സിലുള്ള വെള്ളമാണ് ഇവിടെ മറയൂർ പഞ്ചായത്തില് കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതെല്ലാം വനത്തിന്റെ ഉള്ളിൽ കൂടെ വരുന്നതാണ്. ഇഷ്ടം പോലെ ഇലകള്, മരങ്ങള്, ഇതെല്ലാം ചീഞ്ഞിട്ടാണ് വരുന്നത്. കോളിഫോം ബാക്ടീരിയ മനുഷ്യ വിസർജവും മൃഗങ്ങളുടെ വിസർജത്തിൽ കൂടി മാത്രമല്ല വരിക. ഈ ഇലകളുടെ, ചെടികളുടെ, അതുപോലെ വലിയ തടി കഷ്ണങ്ങളുടെ, ഇതിന്റെ എല്ലാം ചീഞ്ഞിട്ടൊക്കെ വരുന്നതിൽ കൂടെയാണ് ഈ കോളിഫോം ബാക്ടീരിയ ഈ ടാങ്കിനകത്ത് വന്ന് പെടുന്നത്. അപ്പൊ നിങ്ങൾ ഇടുന്നത് ശുദ്ധീകരണം ശരിയായ രീതിയിലല്ല ഇപ്പൊ പോകുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇനി അത് നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ ജനങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്, പഞ്ചായത്ത് തരുന്ന വെള്ളം വളരെ ശുദ്ധിയുള്ള വെള്ളമാണ് എന്ന് നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്കതിൽ പരാതിയില്ല. ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ആർക്കെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറയൂർ ചാനലിന്റെ തന്നെ 9447876867 എന്ന വാട്സപ്പ് നമ്പറിൽ ജനപ്രതിനിധികളോട് നേരിട്ട് വീഡിയോ ആയിട്ട് നിങ്ങളുടെ പരാതി അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ സ്ഥാനാർത്ഥിയോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പൊ എന്റെ അടുത്തിരിക്കുന്നത് 11ാം വാർഡില് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായിട്ടുള്ള ജോമോൻ ചേട്ടനാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഒരു 2 minutes ഉള്ള വീഡിയോ ആയിട്ട് മറയൂർ ചാനലിലേക്ക് അയച്ചു തരികയാണെങ്കിൽ അത് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യും. അതിന്റെ ഉത്തരം ജോമോൻ ചേട്ടൻ പറയുകയാണെങ്കിൽ അതും നമ്മൾ ചേർത്തി ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ 100% അവകാശപ്പെടുന്നില്ല, 100% ശുദ്ധീകരിച്ച വെള്ളമാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല. ഇത് 10 BG കമ്മിറ്റികളാണ് മറയൂരിലെ ശുദ്ധജല വിതരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. അത് പ്രവർത്തിക്കുന്ന BGകളെല്ലാം ചാരിറ്റബിൾ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ഓഡിറ്റിംഗ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന BGകളാണ്. അതിലെന്തെങ്കിലും പോരായ്മകൾ, കുടിവെള്ളം ശുദ്ധീകരിച്ച് നൽകുന്നതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഇലക്ഷന് ശേഷം തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ആ കമ്മിറ്റികൾ വിളിച്ചുകൂട്ടി അത് ശാസ്ത്രീയമായ വെള്ളം ടെസ്റ്റ് ചെയ്തുകൊണ്ട് അതിലെന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലെന്താണ് പ്രതിവിധി ചെയ്യേണ്ടതെന്ന് ആ ബന്ധപ്പെട്ട BG ഗ്രൂപ്പുകൾക്ക് നിർദ്ദേശം കൊടുക്കുകയും അത് പഞ്ചായത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി. മറയൂരിലെ വാട്ടർ ടെസ്റ്റിനുള്ള എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? മറയൂരിലെ വാട്ടർ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ പ്രവർത്തിക്കുന്നില്ല. അതിന് യൂണിറ്റ് ഉണ്ട്, അതിന് എന്താണ് അതിനാവശ്യമായ അതെനിക്ക് തോന്നുന്നത് 5 വർഷത്തോളമായി തോന്നുന്നു. 2019 അത്രയും വർഷത്തിന് മുമ്പാണ് അങ്ങനെ. അതിനെന്താണ് അത് പ്രവർത്തിപ്പിക്കുന്നതിനാണ് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണോ വേണ്ടത് അത് അടിയന്തര പ്രാധാന്യത്തോടു തന്നെ പഞ്ചായത്ത് ചെയ്തു കൊടുക്കും. കാരണം നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മൾക്ക് ശുദ്ധമുള്ളതാണോ പഞ്ചായത്ത് തരുന്നത്? അതൊരു സിറ്റിസന്റെ ഫണ്ടമെന്റൽ റൈറ്റിൽ പെടുന്ന ഒരു കാര്യമാണ്. റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റാണ്. ജീവിക്കുക എന്ന് പറയുമ്പോൾ മാന്യമായി ജീവിക്കുക എന്നുള്ളതാണ്. മാന്യമായി ജീവിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഡെഫിനിഷനിൽ വരുന്നതാണ് കുടിവെള്ളം, താമസിക്കാൻ ഉള്ള സൗകര്യങ്ങള്, ഭക്ഷണത്തിനുള്ള സൗകര്യം. ഇതാണ് ഒരു സർക്കാർ, ഏതൊരു സർക്കാരും അവിടുത്തെ പൗരന് കൊടുക്കുന്ന പ്രാഥമികമായിട്ടുള്ള കാര്യമാണത്. അപ്പോൾ പഞ്ചായത്ത് മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ട് ഇവിടെ ചെയ്യേണ്ട കുടിവെള്ളം എന്ന് പറയുന്നതും അതുപോലെ ഇത്രയും ജനങ്ങൾ വരുമ്പോൾ അവര് ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ ഇത് സംസ്കരിക്കുന്നതിന് ഒരു പ്ലാന്റ് എന്തുകൊണ്ടാണ് ശാസ്ത്രീയമായിട്ട് 2017 സർക്കാർ നമ്മുടെ ഹരിതകർമ്മസേനയും മാലിന്യ സംസ്കരണവും ശാസ്ത്രീയമായി നടത്തണമെന്നുള്ള നിർദ്ദേശം പഞ്ചായത്തുകൾ തന്നതിന്റെ അടിസ്ഥാനത്തിൽ
മറയൂർ ഗ്രാമപഞ്ചായത്തിൽ 2018 മുതൽ പൊതുസ്ഥലങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം ബാബുനഗറിലെ ഡംപിംഗ് യൂണിറ്റിൽ അലക്ഷ്യമായി നമ്മൾ നിക്ഷേപിക്കുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ ചെയ്തത് സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം ഹരിതകർമ്മസേന ഒരു വാർഡിൽ 2 പേരെ വെച്ച് നമ്മൾ നിയമിക്കുകയുണ്ടായി. ആ നിയമിക്കുന്നതിനോട് അടിസ്ഥാനത്തിൽ ആ വാർഡുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അതേ വാർഡിൽ തന്നെ മിനി MCFിൽ കൊണ്ടുവന്ന് തരംതിരിക്കുകയും നമ്മുടെ പഞ്ചായത്തിൻ്റെ മെയിൻ MCFായ കോവിൽക്കടവിലെ യൂണിറ്റിലോട്ട് കൊണ്ടുപോയി അത് നമ്മുടെ ക്ലീൻ കേരള കമ്പനിക്ക് പ്ലാസ്റ്റിക്കായിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് ഓരോ വർഷവും 25,000-30,000 ടണ്ണ് പ്ലാസ്റ്റിക്കാണ് മറയൂരിൽ നിന്ന് കയറ്റി അയക്കുന്നത്. അതോടൊപ്പം തന്നെ തുമ്പൂർ മൊഴി യൂണിറ്റ് നമുക്ക് ഹോട്ടലുകളിലെ അവശിഷ്ടങ്ങൾ പഞ്ചായത്ത് ഫീസ് ഈടാക്കി ശേഖരിച്ച് അത് ശാസ്ത്രീയമായി തന്നെ ആ യൂണിറ്റിലോട്ട് കൊണ്ടുപോയി 4 യൂണിറ്റായിട്ട് നമ്മൾ അവിടെ അതിനുള്ള ബിന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. ആ ബിന്നിലോട്ട് ഒരു ബിന്നിൽ സ്ഥാപിക്കുമ്പോൾ 90 ദിവസം കൊണ്ട് അത് വളമായി മാറുന്നുണ്ട്. ഇപ്പോൾ അലക്ഷ്യമായി നമ്മൾ ഒരു കാരണവശാലും അവിടെ പ്ലാസ്റ്റിക്കോ മറ്റുള്ളതോ കൊണ്ടോ അവിടെ നിക്ഷേപിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ആളുകൾ അതൊരൊഴിഞ്ഞ പ്രദേശമായതിൻ്റെ പേരിൽ റോട്ടിൽ നിന്നൊക്കെ വലിച്ചെറിയുന്ന ഒരു സംവിധാനം കൂടുകളിലും പ്ലാസ്റ്റിക് കവറുകളിലൊക്കെ കൊണ്ടുവന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിനെന്തെങ്കിലും എവിഡൻസ് ലഭിക്കുകയാണെങ്കിൽ അവർ ഫൈൻ ഈടാക്കുന്ന നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് തുമ്പൂർ മൊഴി യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. വീടുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് ശേഖരണം കൃത്യമായി നടന്നു വരുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ തന്നെ ഏതാണ്ട് 10 പഞ്ചായത്തുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു പഞ്ചായത്ത് മറയൂർ പഞ്ചായത്തായിരിക്കും അതിൻ്റെ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നതിലും എല്ലാ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേനയാണ് മറയൂരിലുള്ളത്. ഇപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് ജയിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ ഇടയിൽ തോന്നുന്നത് അഴിമതിക്ക് നല്ല സ്കോപ്പുള്ള ഒരു സാധനമാണ് പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2 തവണ ജയിച്ചു. അപ്പോൾ അഴിമതി രഹിതനായിട്ട് ഇത്രയും കാലം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് 2ാമത്തെ തവണയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഈ ട്രാൻസ്പാരൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിമതി ചെയ്യാതെ സുതാര്യമായിട്ട് ജനങ്ങളുടെ ജനനായകനായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് അഴിമതി ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ മാർഗങ്ങളാണ്? ഇപ്പോൾ നമ്മൾക്കൊരു ടെംപ്റ്റേഷൻ വരും അല്ലേ, ഇത്രയും കോടി രൂപയുടെ പദ്ധതികൾ വരുന്നു, എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ളതാണ് പൈസ, അതുകൊണ്ട് അതിൽ നിന്ന് അടിച്ചു മാറ്റണം എന്നുള്ള ചിന്തകളൊക്കെ വരാം. ഇതെല്ലാം കൺട്രോൾഡ് ആയിട്ട് നല്ലൊരു ജനനായകനായിട്ട് എങ്ങനെയാണ് ഇത്രയും കാലം മുന്നോട്ട് പോകാൻ പറ്റിയത്? ഈ അഴിമതി നടത്തുന്നു എന്ന് പറയുന്ന ധാരണ തെറ്റാണ്. അല്ല, എല്ലാ പൊളിറ്റീഷ്യൻസും ചെയ്യുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, സ്കോപ്പ് കൂടുതലാണ്. നമുക്ക് അതിനെക്കുറിച്ച് മുൻകാലങ്ങളിലോ അല്ലെങ്കിൽ 10-30 വർഷമോ 20 വർഷം മുമ്പൊക്കെ അങ്ങനെ ഇതിലൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇതെല്ലാം ഓഡിറ്റിന് വിധേയമാണ്. പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഓഡിറ്റിന് വിധേയമാണ്. അപ്പോൾ ഓരോ 10,000 രൂപയ്ക്ക് മുകളിൽ ഒരു പർച്ചേസിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ വർക്കുകളോ നടത്തണമെങ്കിൽ ഈ ടെൻഡർ മുഖേനയാണ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. പഞ്ചായത്തിൻ്റെ പർച്ചേസിംഗ് ആണെങ്കിലും ശരി അല്ലെങ്കിൽ അതിൻ്റെ സിവിൽ വർക്കുകളാണെങ്കിലും ശരി എല്ലാം ഓഡിറ്റിന് വിധേയമാണ്. അതോടൊപ്പം പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് സർക്കാർ തന്നെ ഇപ്പോൾ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പർച്ചേസ് ചെയ്യുന്നത് സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് മാത്രമേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ലാപ്ടോപ്പ് അത് ജം പർച്ചേസ് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. അങ്ങനെയുള്ള സർക്കാരിൻ്റെ ഏജൻസിയിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും അങ്ങനൊരു നടപടിയിലോട്ട് പോകാൻ കഴിയുന്നില്ല. പിന്നെ ഒരു വർക്ക് നമ്മൾ രൂപീകരിക്കുകയാണെങ്കിൽ ആ വർക്കിന് നിയമപരമായ എല്ലാ TSഉം ASഉം TSഉം എല്ലാം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ടെൻഡറാണ്. മറയൂരിലൊരു വർക്ക് ടെൻഡർ ചെയ്യാനുള്ള ഇന്ത്യയിലുള്ള ആർക്ക് വേണമെങ്കിലും ആ ടെൻഡറിൽ പങ്കെടുക്കുകയും ആ ടെൻഡർ ആരാണോ ഏറ്റവും കുറഞ്ഞ ലോവസ്റ്റ് കോട്ട് ചെയ്യുന്ന അവർക്ക് ആ ടെൻഡർ കിട്ടുകയും അതോടൊപ്പം എഞ്ചിനീയറിംഗ് വിങ് കൃത്യമായ എന്താണോ ആ എസ്റ്റിമേറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും അവിടെ ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള സ്ഥിതിക്ക് എങ്ങനെയാണ് അഴിമതി നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഇവിടുത്തെ പൊതുജനത്തിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും, ആരിൽ നിന്നും ഒരു പൈസ പഞ്ചായത്ത് ഭരണസമിതിയിലെ ഞങ്ങളുടെ 13 വാർഡ് മെമ്പർമാരുണ്ട്, ആരും അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഈ മന്ത്ലി റിപ്പോർട്ട്സ്, അക്കൗണ്ട്സ് ഇതെല്ലാം സുതാര്യമാണോ? തീർച്ചയായിട്ടും. അല്ല, പഞ്ചായത്തില് മിനിറ്റ്സ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ അവര് യോഗം കൂടുന്ന സമയത്തോ അവിടെയുള്ള പ്രതിനിധികൾക്ക് ഇത് അവൈലബിൾ ആണ് എന്നതിലുപരി ജനങ്ങൾക്ക് ഇത് അവൈലബിൾ ആണോ? വെബ്സൈറ്റ് വഴിയെല്ലാം ഇതെല്ലാം പഞ്ചായത്ത് മീറ്റിംഗ് എല്ലാം ഓൺലൈൻ സംവിധാനമാണ്. അല്ല, പഞ്ചായത്തിന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണോ? പഞ്ചായത്തിൽ. അതായത് ഒരു കമ്മിറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്മിറ്റിയുടെ മിനിറ്റ്സ് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ക്ലോസ് ചെയ്യണമെന്നുള്ള സർക്കാരിന്റെ നിയമവും നിബന്ധനയാണ്. മുൻകാലങ്ങളാണ് അത് രജിസ്റ്ററിൽ എഴുതി സൂക്ഷിക്കുന്നത്. ഇന്ന് പഞ്ചായത്തിന്റെ നടക്കുന്ന കാര്യങ്ങൾ ഏത് പബ്ലിക്കിനും പഞ്ചായത്ത് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് ഒന്ന് പറയാം ആളുകൾക്ക്. അത് ഞാൻ നാളെ പഞ്ചായത്തിൽ അന്വേഷിച്ചത് ഏത് സൈറ്റിലാണെന്ന് അന്വേഷിക്കുന്നത്.
മറയൂർ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ വിവരങ്ങളും മറയൂരിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. ഇനി എന്റെ അവസാനമായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ പാർട്ടിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ജോമോൻ ചേട്ടൻ ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ജവഹർ നഗറിന്റെ വാർഡ് മെമ്പറാണ്. നിലവിലല്ല, ഇപ്പൊ തൊട്ട് മുന്നുള്ള ഇലക്ഷനിൽ മെമ്പറാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് മേലാടിയുടെ മെമ്പർ ആണെങ്കിൽ പാർട്ടി ഒരു നിർദ്ദേശം തരുന്നു, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് മേലാടി ഗ്രാമത്തിലെ ആളുകള് അല്ലെങ്കിൽ മേലാടി വാർഡിലത്തെ ആളുകള് ഒരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെടുന്നു. പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിന്റെ നടുവിൽ നിൽക്കുകയാണ് ജോമോൻ ചേട്ടൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരുടെ പക്ഷത്ത് നിൽക്കും? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പക്ഷത്ത് നിൽക്കുവോ അതോ മേലാടിയിലെ ജനങ്ങളുടെ കൂടെ നിൽക്കുവോ? തെരഞ്ഞെടുക്കപ്പെടുന്ന UDF മെമ്പർമാർക്ക് പാർട്ടി ഒരു കർശന നിയന്ത്രണം ഒരിക്കലും വികസന പ്രവർത്തന കാര്യത്തിലും സ്വതന്ത്രമായി ഇടപെടുന്ന കാര്യത്തിലും നാളിതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല. അവിടെ വിജയിച്ചു വരുന്നവരെ ഞങ്ങളുടെ പാർട്ടിയുടെ ചിഹ്നത്തിലും ഇതിൽ മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്ത് പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും നാളിതുവരെയായി വിജയിച്ചു കഴിഞ്ഞാൽ ആ വാർഡിലെ 963 വോട്ടർമാരും അവിടുത്തെ വാർഡ് ജനങ്ങളും ഒരേ മുഖത്തോടെയും കണ്ണോടുകൂടി തന്നെ അവരെ കാണത്തുള്ളൂ. അവർക്ക് വേണ്ട സഹായങ്ങൾ ആര് എതിര് നിൽക്കുന്നു ഒന്നുമല്ല. ഞങ്ങൾക്ക് പാർട്ടി അങ്ങനെ UDF മെമ്പർമാർക്ക് ഒരു കർശന നിർദ്ദേശങ്ങളൊന്നും നാളിതുവരെ എന്നുള്ള ഏറ്റവും എല്ലാവർക്കും തുല്യമായി കാണണമെന്നാണ് പാർട്ടി നിർദ്ദേശം തന്നിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി അങ്ങനെയാണ് ഞങ്ങളുടെ മുഴുവൻ മെമ്പർമാർക്ക് നിർദ്ദേശം തന്നിരിക്കുന്നത്. അതിന് വ്യത്യസ്തമായൊരു അടിച്ചേൽപ്പിക്കലൊന്നും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് നാളിതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. ഇതൊരു ആലങ്കാരിക മറുപടിയായിട്ട് എനിക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതിനൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? അങ്ങനെ പാർട്ടി ഒരു നിർദ്ദേശം എന്നോട് പറഞ്ഞു, ജനങ്ങൾ മറ്റൊരു ആവശ്യം എന്നോട് നേരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു ആവശ്യം ജനങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു സിറ്റുവേഷൻ എപ്പോഴെങ്കിലും ലൈഫിൽ നേരിട്ടിട്ടുണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിൽ എന്തെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ അതിന് മറുപടി പറയാം. അല്ല, അത് നമുക്ക് അങ്ങനെ ചെയ്യുമെന്നല്ലേ പറഞ്ഞത്, ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുമെന്നാ പറഞ്ഞത്. അപ്പൊ അതിന് ഇപ്പൊ 11 വർഷമായിട്ട് അല്ലെ 11 വർഷമായിട്ട് ഇവിടുത്തെ മെമ്പറായിട്ട് നിൽക്കുന്ന ഒരാൾ. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ആയിരുന്നു എന്റെ ചോദ്യം. നാളിതുവരെയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്ക് എല്ലാവരെയും ഒരേ രീതിയിൽ കാണണമെന്ന് തന്നെയാണ് പാർട്ടി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം. മറ്റൊരു നിർദ്ദേശം നാളിതുവരെ തന്നിട്ടില്ല. മറ്റെന്തെങ്കിലും വോട്ടേഴ്സിനോട് 966 വോട്ടേഴ്സാണ് 2025 ഇലക്ഷനില് 966 വോട്ടർമാരാണ് മേലാടി വാർഡിൽ ഉള്ളത്. ആ 966 വോട്ടർമാരുടെ പ്രതിനിധിയായിട്ടാണ് മിസ്റ്റർ ജോമോൻ തോമസ് ഇപ്പോൾ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അപ്പൊ ഇതിൽ എത്ര വോട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? എല്ലാവരും വോട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ട് കാണും എന്തൊക്കെ വികസന പരിപാടികളാണ് മേലാടി വാർഡിന് വേണ്ടി ജോമോൻ തോമസ് ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാകും. പിന്നെ ക്രിമേഷൻ സെന്ററിനെ കുറിച്ചിട്ട് ആധികാരികമായി തന്നെ സംസാരിച്ചു, അതിന് ഒരു പോസിബിലിറ്റി പറയുന്നു. മൂന്നാമതായി യുവാക്കൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു കളിസ്ഥലം, അത് ഒരു സ്വപ്ന യാഥാർത്ഥ്യമായി സംഭവിപ്പിക്കും എന്നാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇലക്ഷൻ നല്ല രീതിയിൽ നടക്കുന്നതിനും ഈ ജനാധിപത്യത്തിന്റെ മഹോത്സവത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വോട്ട് നല്ല സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നതിന് സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നാടറിയാം സ്ഥാനാർത്ഥിയെ അറിയാം എന്ന പരിപാടി അവസാനിപ്പിക്കുന്നു. താങ്ക് യു.